കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വിജി സാറേ? ഓക്കെ. അപ്പൊ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പ്രസന്റ് ചെയ്താൽ മതി, മറ്റേ സ്ലൈഡ് വേണമെങ്കിൽ. ശരി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ KGMO സർവീസ് സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ KGM സർവീസ് സഹായി എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ ഒരു 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ട ITR ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 അതുകൊണ്ടാണ് ഡോക്ടർ ജീവന്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമ്മൾ പെട്ടെന്നൊരു സ്പെഷ്യൽ സെഷൻ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെർട്ടായിട്ട് ശ്രീ വിജീഷ് എന്ന് പറഞ്ഞ സാറ് ടാക്സ് എക്സ്പെർട്ട് CA വിജീഷ് CA ഇതിലൊരു എക്സ്പെർട്ടായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്സിനെ പറ്റിയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അറിയും, അല്ലെങ്കിൽ പിന്നെ റെഫറൻസ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും കോർണേഴ്സ് 57 വരെ കയറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം പറയാനായിട്ട് ഡോക്ടർ അഭിലാഷ് കൃഷ്ണനെ ക്ഷണിച്ചു. ഡോക്ടർ അഭിലാഷ്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ അഭിലാഷ്, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ KGMOയുടെ സർവീസ് സഹായിയുടെ ഏറ്റവും പുതിയ ക്ലാസ് ഇന്നിവിടെ നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഫയലിംഗ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ TDS ഫയലിംഗ് നമുക്ക് സമയം ലഭിക്കുകയാണ്. അപ്പൊ എല്ലാ മെഡിക്കൽ ഓഫീസർമാരും വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി തെറ്റുകളൊന്നും സംഭവിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നിലവിൽ ഇന്നത്തെ ഒരു സെഷൻ നമ്മുടെ ഇൻകം ടാക്സിനെ പറ്റിയും അതിന്റെ നമ്മൾ പറയുന്ന നൂലാമാലകൾക്ക് നമുക്കെല്ലാം മെഡിക്കൽ ഓഫീസർമാർക്ക് ഒരു തലവേദനയായി മാറുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് തന്നെ ഈ തവണ ടോപ്പിക്കായി എടുത്തത് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് മിക്കപ്പോഴും ഓഡിറ്റ് ഒബ്ജക്ഷനുകളും അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളും എല്ലാം ഉണ്ടായിത്തീരുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഇൻകം ടാക്സും ഫയലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ TDS ഫയലിങ്ങും ഒക്കെ. അപ്പം ഇത് ടോപ്പിക്കായി എടുത്തത് വളരെ നന്നായി. സ്വാഗതം ആശംസകളാണ് എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ KGMOയെ സർവീസ് സെല്ലിന്റെ അമരക്കാരനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്തോഷ് ബാബു സാറിനെ ഈ ഒരു ക്ലാസ്സിലേക്ക്, സെഷനിലേക്ക് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ KGMO സർവീസ് സെല്ലിന്റെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ഷാരോൺ സാറ് കയറിയിട്ടുണ്ടെങ്കിൽ സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇൻകം ടാക്സ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള വിജീഷ് VR സാറാണ്. അപ്പോ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി മാറി ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം നിന്ന് നമ്മൾ ചേർന്നിരിക്കുന്ന എല്ലാ KGMO മെമ്പർമാർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓവർ ടു യു സാർ. സന്തോഷ് സാർ. താങ്ക് യു ഡോക്ടർ അഭിലാഷ്. നമ്മള് പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട KGMO ജില്ലാ പ്രസിഡന്റായ ഡോക്ടർ ജീവൻ ഉണ്ട്. ഡോക്ടർ ജീവനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർ ജീവനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഇതിനെ അഭിസംബോധന ചെയ്ത് 2 വാക്കുകൾ പറയാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ജീവൻ. ഹലോ ഡോക്ടർ ജീവൻ. മറ്റേ സർവീസ് സെല് സന്തോഷ് സാറ്, അഭിലാഷ്, KGMO സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, എഡിറ്റർ, പ്രിയപ്പെട്ട KGMO അംഗങ്ങളെ,
ഡോക്ടർ സാജൻ ബാബു ആണ് എന്നോട് ഇങ്ങനെ ഒരു IT ഫീൽഡുമായിട്ട് ഇങ്ങനെ ഒരു കേസ് ചെയ്യുന്നത്. അപ്പം അത് പൊതുവില് ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ജൂലൈ മാസത്തിലാണ് മറ്റേ IT ഫയൽ ചെയ്യുന്നത്. അതിന്റെ TR ഫയൽ ചെയ്യുന്ന കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സർവീസ് സഹായമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോഴത്തേക്ക് ആണ് വിജീഷ് VVR ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് മറ്റേ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. എൻപാനലിലാണ്, ബാങ്ക് ഓഡിറ്ററാണ്. അപ്പം അദ്ദേഹത്തിനെ ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് സന്തോഷ് സാറിനെ അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. താങ്ക് യു ഡോക്ടർ ജീവൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടായ ശ്രീ വിജേഷ് VR ആണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ട് പാർട്ണർ ഓഫ് VVR ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ട് എറണാകുളത്താണ്. അതിന് 9 years of experience in auditing and assurance in accounting and taxation, business and advisory services and consultation ഉണ്ട്. 3.5 years internship in Brahmaya and Co Bangalore ഉണ്ട്. Audit in charge of Balakrishna and Co Ernakulam 2 years ആയിട്ടുണ്ട്. Partner of VVR and Co Ernakulam last 7 years. And then his expertise in corporate financial reporting and compliance ആണ്. Direct and indirect tax advisor and consultant ആണ്. Business valuation and budgeting, specialization in internal audit and management ആണ്. അപ്പോൾ his qualifications are BCom in Kerala University, Chartered Account CA from Institute of Chartered Accountants of India, Certified Internal Auditor from ICAI ആണ്. His empaneled bank auditor കൂടിയാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആദരപൂർവ്വം ശ്രീ വിജീഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റായി ശ്രീ വിജീഷ് സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു ശ്രീ വിജീഷ്. Thank you, sir. Thank you. Good evening, all members of KGMY. My name is Vijesh VR. I will be handling this session on Income Tax Insight today. So, I'm very happy to be here in this session. And thank you very much, KGMY, for this opportunity, especially Jeevan sir, Santosh sir, and Dr. Sajan. So, slides കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അതായത് ദിസ് സെക്ഷൻ നമ്മളിതൊരു ടാക്സ് സീസൺ അവയർനെസ് പോലെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതായത് IT ഫയലിങ്ങും പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻകം ടാക്സ് അപ്ഡേറ്റ്സുമാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ജൂലൈ 8th ആണ്. ഓൾമോസ്റ്റ് ഫയൽ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ജൂലൈ 31st ആണ് ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ മിക്കവാറും എല്ലാവരും ഫയൽ ചെയ്ത് കാണും. ഓൾമോസ്റ്റ് മെമ്പേഴ്സ് എത്ര പേര് ജോയിൻ ചെയ്തെന്ന് അറിയാൻ വയ്യ. അപ്പം ഇനി ചെയ്തവരും പോട്ടെ, ചെയ്യാത്തവരും കുഴപ്പമൊന്നുമില്ല. കാരണം നെക്സ്റ്റ് ഇയർ ഇതേ സെയിം ടാക്സ് സിസ്റ്റം ആയിരിക്കും. കാരണം മേജർ ചേഞ്ചസ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ ആക്ച്വലി 30 to 40 minutes ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ചാറ്റ് സെക്ഷനിലാണോ അതോ അല്ലാതെ ചെയ്യണോ എന്നുള്ളത് സന്തോഷ് സാർ ഒന്ന് പറഞ്ഞാൽ. സംശയമുള്ള ഒരു ചാറ്റ് സെഷനിൽ ഇടാം. അത് അവസാനം അത് റിവ്യൂ ചെയ്തിട്ട് അതിനുള്ള ആൻസർ കൊടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ മറുപടി പറയുകയും ചെയ്യാം. ഓക്കെ 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 അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓൾഡ് റെജീമും ന്യൂ റെജീമും അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് മെയിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ റേറ്റിൻ്റെ കമ്പാരിസൺ, പിന്നെ നമ്മുടെ മേജർ ഹെഡ്സ് ഓഫ് ഇൻകം. എസ്പെഷ്യലി ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ ആ ഒരു ഫീൽഡ് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സ്ലൈഡ്സ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പ്രൊഫഷണൽ
വേണ്ടി മാത്രമുള്ള ഹെഡ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സ് ഫോംസ്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, കോമൺ മിസ്റ്റേക്സ് ഇൻ ഫയലിംഗ് ദ ITR, legal compliances, and some mandatory requirements and benefit of filing the income tax return. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So first one, which tax regime will you opt for? അതായത് നമ്മുടെ ടാക്സ് റെജീമിന് ഒരു ഫിക്സഡ് റൂൾ ഇല്ല. അതായത് പണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇത്ര ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫിക്സഡ് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഇൻകം ആൻഡ് ദ ഡിഡക്ഷൻ നമുക്ക് ഏത് ടാക്സ് റെജീം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ന്യൂ ടാക്സ് റെജീമാണ് ഡിഫോൾട്ട് സ്കീം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ന്യൂ റെജീമാണ്. ലാസ്റ്റ് ഇയർ ഒക്കെ ഓൾഡ് റെജീം ആയിരുന്നു, നമുക്ക് ന്യൂ ഇയർ ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ന്യൂ ടാക്സ് റെജീമാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ നോൺ ബിസിനസ് കേസസ്, അതായത് സാലറീഡ്, അതായത് നമ്മുടെ പ്രൊഫഷൻ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർക്ക് ന്യൂ റെജീമോ ഓൾഡ് റെജീമോ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ITR ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. അതായത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. അതിനു മുമ്പ് നമുക്ക് ITR ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് റെജീം വേണോ ന്യൂ റെജീം വേണോ എന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ ബിസിനസ് കേസിന്, അതായത് നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ, ഇൻകം ഫ്രം ബിസിനസ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡും ന്യൂവും ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ സെയിം ഓപ്ഷൻ തന്നെയാണ്, നമുക്ക് ഓൾഡ് വേണോ ന്യൂ വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഈവൻ ദോ നമുക്ക് എംപ്ലോയറിൻ്റെ അടുത്ത് നമ്മൾ ഓൾഡ് സ്കീമാണ് പറഞ്ഞ് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾഡ് സ്കീമോ ന്യൂ സ്കീമോ ഏത് സ്കീമോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ടാമത്തത് ഒരു ഇൻകം ഫ്രം പ്രൊഫഷൻ ഓർ ബിസിനസ്, അതായത് നമുക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രൊഫഷണൽ ഇൻകം കാണും, പ്രാക്ടീസ് കാണും, അതേപോലത്തുള്ള ബിസിനസ്സുകൾ കാണും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഓൾഡ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷന് പകരം നമുക്ക് വന്നിരിക്കുന്നത് ന്യൂ ആണ് നമ്മുടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഓൾഡ് സ്കീം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10IEA എന്ന് പറഞ്ഞൊരു ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10IEA അപ്ലോഡ് ചെയ്യേണ്ടത് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, അതായത് ജൂലൈ 31 മുമ്പ് നമ്മൾ ഈ ഫോം അപ്ലോഡ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ റെജീമിൽ മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. 10IEA ആകുമ്പോ പിന്നെ ഓൾഡിലും ന്യൂയിലും രണ്ടിലും പറ്റുമോ കൊടുത്താല്? നമ്മള് സാലറീഡ് ഇൻകം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് റെജീം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10IEA എന്ന ഫോം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ബാധകമല്ലല്ലോ, നമ്മൾ സാലറീഡ് അല്ലേ? സാലറീഡ് ആണ് നമുക്ക്. പക്ഷേ പ്രൈവറ്റ് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പ്രൊഫഷൻ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10IEA ഫോം ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാതെ നമ്മൾ ITR അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഈവൻ ദോ അപ്ലോഡ് ഫയൽ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ദെയർ വിൽ ബി എ ചാൻസ് ഓഫ് നോട്ടീസ്. നമുക്ക് ന്യൂ റെജീം പ്രകാരം നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ അതിന്റെ നോട്ടീസ് അയക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ ഈ വർഷം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്, നമ്മൾ ഓൾഡ് സ്കീമാണ് ചൂസ് ചെയ്തത്. നെക്സ്റ്റ് ഇയർ നമുക്ക് ഓൾഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂ ചൂസ് ചെയ്യാം. ആ ഫോമിൽ നിന്ന് നമുക്ക് ഒറ്റ തവണ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ.
അതായത് നെക്സ്റ്റ് ഇയർ നമുക്കിപ്പോൾ ന്യൂ സ്കീം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 IA ഫൈം ഫോൾ ചെയ്തിട്ട് ന്യൂ ടാക്സ് റെജീമിലേക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഈ പ്രൊഫഷനോ ബിസിനസ്സോ ഉള്ളവർക്ക് 1 ടൈം മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ. അതായത് ടാക്സ് റെജീം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഇൻകവും നമ്മുടെ ഡിഡക്ഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏതാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളത് വരുന്നതെന്ന് വെച്ചിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു സ്കീം സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. കാരണം ബിസിനസ് ഉള്ളവർക്ക് വേറൊരു ഓപ്ഷൻ വരുന്നില്ല, ഒറ്റ തവണ മാത്രമേ ഈ സ്വിച്ചിങ് ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ സാലറീഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ വർഷവും സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു വട്ടം റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു അസസ്മെന്റ് ഇയർ എൻഡ് വരെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ റിവൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ വർഷത്തെ റിവിഷൻ എന്ന് പറഞ്ഞാൽ ടിൽ 31 ഡിസംബർ വരെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഓപ്ഷൻ നമുക്ക് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഫയൽ ചെയ്തത് ആ ഒരു ഓപ്ഷനിൽ മാത്രമേ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പ്, അതായത് ജൂലൈ 31 മുമ്പാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് വെദർ വി ക്യാൻ ചൂസ് ഓൾഡ് ഓർ ന്യൂ. ആ ഒരു ഓപ്ഷൻ നമുക്ക് ജൂലൈ 31 വരെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കാണത്തില്ല. നമ്മൾ ഏത് സ്കീമിലാണ് ഫയൽ ചെയ്തത് അത് ആ സ്കീമിൽ തന്നെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയുള്ളതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ നോട്ട് ടു ബി കൺസിഡേർഡ്. അതായത് നമ്മൾ ലാസ്റ്റ് ഇയർ ഏത് റെജീമാണ് ഓപ്റ്റ് ചെയ്തത്, ഓൾഡോ ന്യൂവോ ഏതായാലും ഈ വട്ടം അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. കാരണം ഈ വർഷം മുതലാണ് ഈ ഒരു സ്കീം വന്നിട്ടുള്ളത്. അപ്പം ഈ വർഷം മുതലേ ഇത് കൗണ്ട് ചെയ്യുള്ളൂ. ലാസ്റ്റ് ഇയർ എന്താ ചെയ്തതെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഹലോ, ആ ഈ വിഡ്രോവൽ ഓഫ് സച്ച് ഓപ്ഷൻ, അതായത് ഇപ്പൊ നമ്മള് ന്യൂ റെജീം ഇപ്പൊ പ്രൊഫഷണൽ ഇൻകം ഉണ്ട്, നമ്മള് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്ത് ചെയ്യാണ്. ഓൾഡ് റെജീമിലേക്ക് മാറണമെങ്കിൽ 10 IA കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? അതായത് നമുക്ക് ന്യൂ റെജീമാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷമാണോ പറയുന്നത്? ഈ വർഷം നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പ്, അതായത് 31 ജൂലൈക്ക് മുമ്പ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇയർ വരുമ്പോ പിന്നെ നമുക്ക് ഇത് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതായത് നമുക്ക് 1 ടൈം ഓപ്ഷൻ ആണുള്ളത്. അതായത് ഇത്തവണ ഞാൻ ന്യൂ റെജീമിൽ ഇപ്പൊ പ്രൊഫഷണൽ ഇൻകം കാണിച്ചത് ന്യൂ റെജീം ഫയൽ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എനിക്ക് ഓൾഡ് റെജീമിലേക്ക് പോകാൻ പറ്റത്തില്ല? ഇല്ല, ചെയ്യാൻ പറ്റും. അത് പറ്റും. 10 IA ഫയൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ വർഷം നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും? ഇല്ല, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ 1 ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും ചോറും മീൻ കറി ഉണ്ടായിരുന്നു ചേച്ചി വെച്ചത്, അതൊക്കെ ഉള്ള ഡൗട്ട് ആണോ? അല്ലല്ല സാർ, അത് എന്തോ ഡിസ്റ്റർബൻസ് ആണ്, ഓൺ ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റിലോട്ട് പോകല്ലേ? ഓക്കെ സാർ. ഓക്കെ, ഇനി നമ്മൾ ഓൾഡ് ടാക്സ് റെജീമിന്റെ ഒരു ഓവർവ്യൂ ആണ് അടുത്തത്. അതായത് നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2 lakh 50, 3 lakh, 5 lakh ആയിരുന്നു. അതായത് ബിലോ 60 years ഓഫ് ഏജ് ആണെങ്കിൽ 2 lakh 50, 60 to 80 ആണെങ്കിൽ 3 lakhs ആയിരുന്നു. 80 years ഓഫ് ഏജ് മേളിലാണെങ്കിൽ നമുക്ക് 5 lakhs വരെ ആയിരുന്നു ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഓൾഡ് റെജീമിലുള്ളതെന്ന് വെച്ചാൽ 5 lakh വരെ നമുക്ക് റിബേറ്റ് ഉണ്ടായിരുന്നു, 12,500 rupees. അതായത് 5 lakh വരെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ 6A ഡിഡക്ഷൻസ്, അതായത് നമുക്കറിയാം നമ്മൾ കുറേ റിട്ടേൺസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയാമായിരിക്കും 80C to 80U, അതായത് LIC കുറേ ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, നമ്മുടെ പ്രോവിഡൻറ്റ് ഫണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകൾ, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം, അങ്ങനെ കുറേ സ്കീംസ് ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. 80Cയിൽ 1,50,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചേഴ്സ്, മെഡിക്കൽ ഇൻഷുറൻസ്, അതിലെല്ലാം നമുക്ക് ഡിഡക്ഷൻസ് അലൗഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ്, അങ്ങനെ കുറേ സെക്ഷൻസിൽ നമ്മൾ അലവൻസ് ക്ലെയിം ചെയ്തിട്ടായിരുന്നു നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്
നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതെല്ലാം നമുക്ക് വീട്, അതായത് സ്വന്തം വീട്, പിന്നെ ഇലക്ട്രിക് കാറുകൾ, പിന്നെ എഡ്യൂക്കേഷൻ ലോണുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്ത്, അതായത് ഏകദേശം ഒരു സാലറീഡ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ ഈവൻ ദോ 10 lakhs വരെ ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിൽ ടാക്സ് അടച്ച് പോകാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഓൾഡ് ടാക്സ് റെജീമിൽ ഉണ്ടായിരുന്നു. ഏകദേശം 3.5-4 lakhs വരെ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഏകദേശം ഒരു 10 lakhs വരെ സാലറി ഉള്ളവർക്ക് ടാക്സ് വിത്തൗട്ട് ടാക്സ് പേയ്മെന്റ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൾഡ് റെജീമിൽ ഉണ്ടായിരുന്നു. ബട്ട് അതേ ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കണം. ഏത് 80C, 80U, 80D അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ ഓരോന്നിനും ഓരോ ലിമിറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷം വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ മെയിൻ ആണ് ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഡിഡക്ഷൻസ്, അലവൻസ്, ഇതിനുള്ള എല്ലാ ഡോക്യുമെന്റേഷനും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, പ്രൊവിഡന്റ് ഫണ്ട് ആയിക്കോട്ടെ, നമ്മുടെ മെഡിക്കൽ ബിൽസ് ആയിക്കോട്ടെ, നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ അത് ഡോക്യുമെന്റേഷൻ ആയിട്ട് വേണം. നെക്സ്റ്റ് പോകാലല്ലേ? ഓക്കെ. ഓക്കെ, ഇനി അടുത്ത ന്യൂ ടാക്സ് റെജീമിൽ വരുമ്പോൾ അതിൻ്റെയുള്ള മേജർ ചേഞ്ചസ്, അതായത് ഇപ്പം വിചാരിക്കും ഇപ്പം ഓൾഡ് ടാക്സ് റെജീമിൽ ഇത്രയും ഡിഡക്ഷൻസ് അവൈലബിൾ ഉണ്ട്, അപ്പം പിന്നെ ഓൾഡ് ടാക്സ് റെജീം തന്നെ അങ്ങ് പോയാൽ പോരെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. ന്യൂ ടാക്സ് റെജീം വരുമ്പോഴത്തേക്ക് ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതായത് 3 lakh ആണ്. ഇപ്പം നമുക്ക് നേരത്തെ 2.5 lakhs ഉള്ളായിരുന്നു, ഇത് 3 lakhs ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സംഷൻസും റിഡക്ഷൻസും എല്ലാം ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടോട്ടൽ ഇൻകം 7 lakhs വരെ ആണെങ്കിൽ നമുക്ക് റിബേറ്റ് ഉണ്ടായിരുന്നു 25,000. നമ്മുടെ ഓൾഡ് റെജീമിലാണെങ്കിൽ 5 lakhs വരെ ആയിരുന്നു, അതായത് 12,500 വരെ ആയിരുന്നു നമ്മുടെ റിബേറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 7 lakhs വരെ, അതായത് 25,000 റിബേറ്റ് നമുക്ക് അവൈൽ ചെയ്യായിരുന്നു. പിന്നെ സാലറീഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 7,50,000 ആയാലും നമുക്ക് റിലീഫ് ഉണ്ട്. കാരണം ഒരു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 7,50,000 വന്നാലും നമുക്ക് ടാക്സ് പേയബിലിറ്റി ഒന്നും വരത്തില്ല. അതായത് 50,000 ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ഉണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. പിന്നെ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു 7,10,000 ആണ് ഇൻകം എന്ന് വിചാരിക്കുക. അതായത് ആഫ്റ്റർ ദിസ് റിബേറ്റ് 7,60,000 ഇതുണ്ട്, 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ് 7,10,000 ആണ്. അപ്പോഴും നമുക്ക് ഏകദേശം 26,000ഓളം ടാക്സ് ലയബിലിറ്റി വരും. പക്ഷേ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈ ഒരു ലിമിറ്റിന് മേളിൽ എത്ര രൂപ ടാക്സ് എമൗണ്ട് വരുന്നുണ്ടോ ആ ലിമിറ്റോ ടാക്സ് പേയബിളോ ഏതാണ് കുറവ് അത് വെച്ചിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കാം. ഇപ്പം 7,60,000 സാലറി ഉള്ള ഒരാൾക്ക് 50,000 ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് 7,10,000 ആണ് വരുന്നത്. 7,10,000 ടാക്സ് കാൽക്കുലേഷൻ ഏകദേശം 26,000ഓളം വരും. പക്ഷേ നമുക്ക് ആ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻകം, അതായത് 7,10,000, ആ ഒരു 10,000 മാത്രം നമുക്ക് ടാക്സ് ചെയ്താൽ മതി. അതിനാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബോത്ത് റെജീം നമ്മൾ കമ്പയർ ചെയ്യാം. നമുക്ക് ഒരു 1.5-2 ലക്ഷം രൂപ ഡിഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾഡ് സ്കീം മാത്രം ഓപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ 2 സ്കീമും കമ്പയർ ചെയ്യണം. കാരണം ടാക്സ് റേറ്റ് ഒരുപാട് ചേഞ്ച് ഉണ്ട്. പിന്നെ റിവൈസ്, നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അതൊക്കെ റിവൈസ് ചെയ്ത് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ടാക്സ് ബർഡൻ കുറവാണ്, അതായത് റേറ്റ് കുറവുണ്ട്, ഇൻകം ടാക്സ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കംപ്ലയൻസ് ഈസിയാണ്. കാരണം ഓൾഡ് റെജീമിൽ പോലെ നമ്മൾ അത്ര ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഡിഡക്ഷൻസും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കംപ്ലയൻസ് എളുപ്പമാണ്. അതായത് കുറേ ഇതൊരു ചെറിയ, നമ്മൾ ലാസ്റ്റ് ഓൾഡ് റെജീമും ന്യൂ റെജീമും ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ്. അതായത് ഏതൊക്കെ അവൈലബിൾ അല്ല എന്നുള്ളത്. കാരണം
ഓൾഡ് റെജീമിൽ നമ്മൾ എല്ലാവരും മിക്കവാറും എല്ലാ സാലറിയുടെ ആൾക്കാരും കൊടുത്തിരുന്ന ഡിഡക്ഷൻസ് ആണിത്. അപ്പം ഇതൊന്നും ന്യൂ റെജീമിൽ അവൈലബിൾ അല്ല. എച്ച് ആർ എ ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ ലീവ് ട്രാവൽ അതും ഇപ്പോഴത്തെ റെജീമിൽ അവൈലബിൾ അല്ല. 80C to 80U, അതായത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന LIC, പിന്നെ ട്യൂഷൻ ഫീസ്, പ്രൊഫഷണൽ ടാക്സ്, അതേപോലത്തുള്ള 80C മുതൽ പിന്നെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, പിന്നെ അതേപോലത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ന്യൂ ടാക്സ് റെജീമിൽ അവൈലബിൾ അല്ല. പിന്നെ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്ന അത് അവൈലബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ, അതായത് മേജർ ഡിഡക്ഷൻ ആയിരുന്നു ലാസ്റ്റ് ഓൾഡ് റെജീമിൽ. നമ്മുടെ സാലറിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു ഡിഡക്ഷൻ ആയിരുന്നു ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ്. ഏകദേശം 2 lakhs വരെ നമുക്ക് ഹോം ലോൺ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. 2 lakhs അല്ല, ആക്ച്വലി പറഞ്ഞാൽ 3.5 lakhs വരെ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രിൻസിപ്പൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 80Cയിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഓപ്ഷൻ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് നമുക്കത് ക്ലെയിം ചെയ്യായിരുന്നു. സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് അപ് ടു 10,000 നമുക്ക് അവൈൽ ചെയ്യായിരുന്നു. പക്ഷേ ന്യൂ ടാക്സ് റെജീമിൽ നമ്മൾ ഇതൊന്നും അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന്റെ എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ 5 lakh എന്നുള്ളത് ഇപ്പോൾ 7.5 lakhs, 2.5 lakhs ഇൻക്രീസ് വന്നതുകൊണ്ടാണ് അത്. പിന്നെ ടാക്സ് റേറ്റിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ന്യൂ ടാക്സ് റെജീമിൽ പറ്റത്തില്ല. ന്യൂ ടാക്സ് റെജീമിൽ കുറച്ച് ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ പറയാം. ഇതാണ് ഇപ്പോഴത്തെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്, ഓൾഡും ന്യൂവും. അതായത് ഓൾഡ് റെജീമിൽ നമ്മൾ നേരത്തെ 2.5 lakhs വരെ നില്ലായിരുന്നു. ഇപ്പോൾ അത് 3 lakhs വരെയാണ് നില്ല്. ഓൾഡ് റെജീമിൽ 2.5 to 5 വരെ 5% ആയിരുന്നു. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് 3 to 6 ആക്കിയിട്ടുണ്ട്. പിന്നെ 5 to 10 നേരത്തെ 20% ആയിരുന്നു. ഇപ്പം 6 to 9 10%, 9 to 12 lakhs 15%. നേരത്തെ 10 lakhsന് above 30% ആയിരുന്നു. ഇപ്പം നമുക്ക് 10 lakhsന് മേളിലാണെങ്കിൽ നമുക്ക് 3 ടാക്സ് റേറ്റ് അവൈലബിൾ ഉണ്ട്. 15%, 20%. 15 lakhsന് മേളിൽ മാത്രമേ നമുക്ക് 30% വരുന്നുള്ളൂ. അതാണ് പറഞ്ഞത്, നമ്മൾക്ക് ഈവൻ ദോ നമുക്ക് ഡിഡക്ഷൻസ് കുറവാണെങ്കിലും നമ്മുടെ ടാക്സ് റേറ്റിനുള്ള വ്യത്യാസം വരുന്നതുകൊണ്ട് രണ്ട് റേറ്റും നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളൊരു സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമേ. സർ, മാർജിനൽ റിലീഫ് പറഞ്ഞില്ലേ ന്യൂ ടാക്സ് റെജീമിൽ, ഒന്നും കൂടി പറഞ്ഞു തരുമോ? മാർജിനൽ ടാക്സ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്കിപ്പം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യും. ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോർമൽ ടാക്സ് എത്ര അത് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാക്സബിൾ ഇൻകം, അതായത് 7 lakhs എക്സംഷൻ കഴിഞ്ഞിട്ടുള്ള ലിമിറ്റ് നോക്കുക. ഇത് രണ്ടിൽ ഏതാ കുറവെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ടാക്സ് പേബിൾ. അതായത് ഇപ്പോൾ 7.6 ആണ് നമ്മുടെ സാലറി എന്ന് വിചാരിക്കുക. 7.6-നകത്ത് 50,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 7.1 ആണ് നമുക്ക് വരുന്നത് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. 7-ന് മേളിലാകുമ്പോൾ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് ഏകദേശം 26,000 വരും ടാക്സ്. പക്ഷേ നമ്മൾ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഈ 7 lakhs മേളിൽ എത്ര വരുന്നുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്യുക, മറ്റേ നോർമൽ ടാക്സും കമ്പ്യൂട്ട് ചെയ്യുക. അതിനകത്ത് ഏറ്റവും കുറവ് വരുന്ന ഏതാ അതാ എടുക്കുക. ഇതിപ്പോൾ 7.10 ആയതുകൊണ്ട് 10,000 or 20,000, 26,000 വിച്ച് എവർ ഈസ് ലെസ്, അതായത് 10,000 മാത്രം എടുത്താൽ മതി. 3.5 lakhs എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? 2 lakhs മാത്രമേ ആദ്യം പറ്റത്തുള്ളൂ ലോസ് ഇൻകം എന്നുള്ള രീതിയിൽ? എന്തായിരുന്നു, കേട്ടില്ല സർ. ഹോം ലോണിന് 3.5 lakhs വരെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്? അതായത് നമുക്ക് നോർമലായിട്ട് 2 lakhs വരെ 24 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ 2019 മുതൽ 2022 വരെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വീട്ടിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 1.5 lakhs വരെ നമുക്ക് എക്സ്ട്രാ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി ഉള്ള വീട് ഇല്ല, അത് 1 lakh ആ 80C ഒന്നും ഇല്ലാത്തതാണ്, എക്സ്ട്രാ ആണത്. 80Cക്കകത്ത് വരുന്നതല്ല, അത് 80EA എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അതിനകത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്.
അത് ടോപ്പ് അപ്പ് ലോണിന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതോ പുതിയ ഫ്രഷ് ലോൺ തന്നെ അല്ല, വേണം? നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തത് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ റിപ്പയേഴ്സോ ബാക്കി കാര്യങ്ങൾക്കോ എടുത്തത് നമുക്ക് പറ്റത്തില്ല. ടോപ്പ് അപ്പ് എപ്പോൾ മുതലാണ് സർ എന്തായിരുന്നു ആ ഹോം ലോൺ ഈ പറഞ്ഞ എക്സ്ട്രാ 1.5 lakhs ആ 2022 വരെ പറ്റുന്ന പറഞ്ഞത്? 2019 മുതൽ 22 വരെ ആ ഒരു സ്കീമിലാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ അതില് സ്ക്വയർ ഫീറ്റിന് എന്തോ ഒരു അതായത് നമ്മുടെ അതായത് 45 lakhs വരെയാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴെയുള്ള വീടുകൾക്കാണ് അത് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. 45 lakhs ലോണിന്റെ ടോട്ടൽ എമൗണ്ട് താഴെ ആയിരിക്കും. വീടിന്റെ റേറ്റ്, ടോട്ടൽ കൺസ്ട്രക്ഷൻ വാല്യൂ ഓഫ് ദ ഹൗസ് 45 lakhs താഴെ ആയിരിക്കണം. ഓക്കെ. ടോപ്പ് അപ്പ് ലോണിന് പറ്റുമോ? ടോപ്പ് അപ്പ് ചെയ്തെടുക്കുന്ന എക്സ്ട്രാ ലോൺ അവൈലബിൾ അതാണ്. ടോപ്പ് അപ്പ് ലോണിന് ഒരു 80,000 വരെ കിട്ടുമെന്നാണ് നമുക്ക് ആക്ച്വലി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ലോണിനാണ് പറയുന്നത്. അതായത് ആ ഒരു ടൈമിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇതിനാണ് ഈ എക്സ്ട്രാ ഉള്ള വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ റിപ്പയേഴ്സോ ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് അതിനകത്ത് ഇൻക്ലൂഡ് സാധാരണ ചെയ്യാറില്ല. ഇതില് ആ ടോട്ടൽ വീടിന്റെ കൺസ്ട്രക്ഷനിൽ പറയുന്നത് നമ്മളിപ്പോ ഫൈനലി ആധാരത്തിൽ കാണിച്ച മറ്റേ ഇതിൽ കാണിച്ച എമൗണ്ട് ആണോ പറയുന്നത്? അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ. വീടിന്റെ ആണോ ഇത്? ഓൾഡ് റെജിം ഓക്കെ. ഹലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേജർ ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. അതായത് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ മേജറായിട്ട് നമ്മുടെ പ്രൊഫഷണൽ രീതിയിലും സാലറി രീതിയിലും ആ രണ്ട് രീതിയിലാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ് ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ ഇൻകം ടാക്സ് പ്രകാരം നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം 5 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ഒരു 5 ഹെഡിലായിരിക്കും നമ്മുടെ ടോട്ടൽ ഇൻകം ആസ് പെർ ഇൻകം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കി ഡിഡക്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി. അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വർഷങ്ങളായിട്ട് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സാലറി അതിനകത്ത് എൻ്റെ കമ്പോണൻറ്റും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതായിരിക്കും. മെയിനായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ദ ടാക്സ് റെജീമാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിൽ തന്നെ എംപ്ലോയറിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യുക ഏത് ടാക്സ് റെജീമിലാണ് നമ്മൾ TDS കട്ട് ചെയ്യേണ്ടതെന്ന്. അതായത് ഇപ്പോൾ സാലറി ഇൻകം 7.5 മേളിലെങ്കിൽ TDS കട്ട് ചെയ്യണം. അപ്പം നമ്മളത് ഇൻറ്റിമേറ്റ് ചെയ്യുക ഏത് ടാക്സ് റെജീമിലാണ് TDS കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ എംപ്ലോയർ നമ്മുടെ TDS കട്ട് ചെയ്യുക. അപ്പം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് ഏത് ടാക്സ് റെജീമാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നമ്മളത് ഇൻറ്റിമേറ്റ് ചെയ്യണം. ഇൻറ്റിമേറ്റ് ചെയ്ത് അതായത് നമുക്കിപ്പം ടാക്സ് റെജീം ഓൾഡ് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽ ചെയ്യേണ്ട സമയത്ത് അത് നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൺസിഡർ ചെയ്യുക. ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് എംപ്ലോയർ TDS പിടിക്കാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ്. സാലറീഡ് പേഴ്സൺസിന് ഇൻകം ഫ്രം ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് മാത്രം പറയുക. പിന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് 2 ഫോം ഉണ്ടെന്നറിയാം. ഫോം 16 പാർട്ട് എയും പാർട്ട് ബിയും. അത് രണ്ടും കളക്ട് ചെയ്യുക. കാരണം പാർട്ട് എ എന്ന് പറയുന്നത് TDS പോർഷനാണ്. അതിനകത്ത് നമ്മുടെ ടോട്ടൽ എംപ്ലോയറിൻ്റെ ടാൻ ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ TDS ഡിഡക്ട് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ.
പാർട്ട് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ സാലറിയുടെ കമ്പ്യൂട്ടേഷൻ. അതിനകത്ത് നമ്മുടെ ഡിഡക്ഷൻസ്, സാലറി എല്ലാം നമ്മൾ കൊടുത്തേക്കുന്ന അതർ ഇൻകോഡ് ഉൾപ്പെടുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസും കഴിഞ്ഞ് ബാക്കി ടോട്ടൽ ഇൻകത്തിന് ടാക്സും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് പാർട്ട് ബി എന്ന് പറയുന്നത്. അതിനകത്തായിരിക്കും നമ്മൾ കൊടുത്ത ഡിഡക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ പാർട്ട് എ മാത്രം സബ്മിറ്റ് ചെയ്യാതെ 2 പാർട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ ഓപ്റ്റിംഗ് ഔട്ടിൻ്റെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ന്യൂ ടാക്സ് റെജീമിൽ നമ്മൾ ഡിഫോൾട്ടാണ്. സാലറിഡ് എംപ്ലോയീസിന് ഓൾഡ് നമുക്ക് ചൂസ് ചെയ്യാം വിത്തൗട്ട് ഫയലിംഗ് ദാറ്റ് ഫോം 10 IEA. എവറി ഇയർ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരെണ്ണം ഓൾഡ് സ്കീമിലായിരുന്നു, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരുന്നു. അത് ന്യൂ റെജീമിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പം ഓൾഡ് റെജിമിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ അടുത്ത തവണ ന്യൂ റെജിമ് ചെയ്യാൻ പറ്റുമോ? ചെയ്തെന്ന് പറഞ്ഞാല് ആരാണ്? സാലറിഡ് മാത്രമല്ലേ? സാലറിഡ് മാത്രം. സാലറിഡ് പേഴ്സൺസിന് എല്ലാ വർഷവും നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് 31 ജൂലൈക്ക് മുമ്പ് സാലറി മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾഡോ ന്യൂ ഏത് സ്കീം വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഹലോ, റെന്റിന്റെ നമ്മുടെ ഹൗസ് റെന്റിന്റെ ഇത് ഓൾഡിലല്ലേ കാണിക്കുക, ന്യൂല് പറ്റത്തില്ലല്ലേ? ഹൗസ് റെന്റിന്റെ നമുക്ക് ഡിഡക്ഷന് വേണ്ടി ഹൗസ് റെന്റ് ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റുമോ? ഹൗസ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെന്റ് കൊടുത്തതാണോ? റെന്റ് കൊടുത്തതോ? HRA അവൈലബിൾ ആണോ? HRA അവൈലബിൾ ആണ്. HRA അവൈലബിൾ ഉള്ളത് ന്യൂ റെജീമിൽ അത് ആ ഒരു ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. ഓൾഡ് റെജീമിൽ മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ റെന്റ് വേറെ ഏതെങ്കിലും വകുപ്പില് വരികയാണെങ്കിൽ നമ്മള് ഉദാഹരണമായിട്ട് നമുക്കൊരു കടയെന്നോ അല്ലെങ്കിൽ നമുക്ക് റെന്റ് വരികയാണ്, അത് ഏത് വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റും? അത് നമ്മൾ നമ്മളൊരു സ്ലൈഡിനകത്ത് പറഞ്ഞില്ല, നമുക്ക് മേജർ ഹെഡ്സ് ഓഫ് ഇൻകം രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് 2 തരം ഉണ്ട്, അതായത് സെൽഫ് ഒക്യുപ്പൈഡും ഉണ്ട്, റെന്റഡും ഉണ്ട്. അപ്പൊ അതിനകത്ത് റെന്റഡിനകത്ത് നമ്മൾ കാണിക്കണം. SIP-കള് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കാണിക്കുന്നത് നമ്മളിപ്പോ സാലറിയിൽ നിന്നുള്ള കട്ട് ചെയ്യുന്ന SIP-കള് എവിടെയെങ്കിലും കാണിക്കേണ്ട കാര്യമുണ്ടോ? സാറേ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ സാറേ, അത് വരുന്ന സ്ലൈഡുകളിൽ ആക്ച്വലി അത് പറയുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടെ പോർഷൻ മൂവ് ചെയ്തതിന് ശേഷം ഈ ഡൗട്ട്സ് ചോദിച്ചാൽ പോരെ? ഓക്കെ താങ്ക് യു. കണ്ടിന്യൂ അല്ലേ? ഓക്കെ. നമ്മൾ സാലറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്ന ന്യൂ റെജീമിൽ മാത്രം എക്സംഷൻ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിലെ ഒന്നാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു NPS. നമ്മുടെ ഓൾഡ് റെജീമിൽ നമുക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 80C എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അഡീഷണൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, കൂടാതെ നമുക്ക് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അങ്ങനെ 3 കോൺട്രിബ്യൂഷൻ നമുക്ക് ഓൾഡ് റെജീമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ന്യൂ റെജീമിൽ നമ്മൾ 80C പ്രകാരമുള്ള എംപ്ലോയി അഡീഷണൽ കോൺട്രിബ്യൂഷൻ NPS ഒന്നും അവൈലബിൾ അല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എംപ്ലോയറിൻ്റെ NPS കോൺട്രിബ്യൂഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഓൾഡ് റെജീമിലെല്ലാം ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടായിരുന്നു, ഇതിനകത്തും ട്രാൻസ്പോർട്ട് അലവൻസ് വന്നിട്ടുണ്ട്. കൺവെയൻസ് അലവൻസും ഓൾഡ് റെജീമിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ട്രാവലിംഗ്, ഡെയിലി കൺവെയൻസ്, ഒഫീഷ്യൽ പർപ്പസിനുള്ള പെർക്വിസിറ്റ്സ്, ഇതെല്ലാം ഓൾഡ് റെജീമിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ന്യൂ റെജീമിലും വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതും ഓൾഡിലും ന്യൂയിലും ഒരുപോലെയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് സാലറി പേഴ്സൺസിന് എക്സംഷൻസ് ആയിട്ട് അലോ ചെയ്യത്തുള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡും ഉണ്ട്, റെന്റഡ് കൊടുത്തതും ഉണ്ട്. അതായത് ഓൾഡ് റെജീമിലാകുമ്പോൾ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡും റെന്റഡും വരും. അതിന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആയിരുന്നു. അതുകൂടാതെ നമ്മുടെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഡിഡക്ഷൻസ് അപ് ടു 2 lakh + 1,50,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു.
പിന്നെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ നമ്മുടെ എൻ്റയർ ഇൻട്രസ്റ്റ്, നമ്മൾ എത്ര ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് അപ്പർ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ പ്രീ കൺസ്ട്രക്ഷൻ ഉണ്ട്, അതായത് കൺസ്ട്രക്ഷൻ മുമ്പുള്ള ലോണുകളാണെങ്കിലും നമുക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 5 വർഷമായിട്ട് നമുക്ക് ആ ഡിഡക്ഷൻ 2 ലക്ഷം രൂപ വരെ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഈ ഒരു ഇൻകം നമുക്ക് സാലറിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാക്കി ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിലോട്ട് അത് ക്യാരി ഫോർവേഡും ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ന്യൂ ടാക്സ് റെജീമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്, പക്ഷേ ഒൺലി ഫോർ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. പിന്നെ സെൽഫ് ഓക്യുപ്പൈഡിന് ഒരു ഡിഡക്ഷനും അവൈലബിൾ അല്ല. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആ ഒരു നമ്മുടെ എത്രയാണോ ഇൻകം കിട്ടുന്നത് അതുവരെ മാക്സിമം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിന് ക്യാരി ഫോർവേഡോ കാര്യങ്ങളോ അവൈലബിൾ അല്ല. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിനും ഡിഡക്ഷൻസ് ഒന്നും തന്നെ ഇല്ല ന്യൂ റെജീമിൽ. നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി വാങ്ങി, അപ്പൊ അതിന്റെ ടാക്സ് ഓൾറെഡി നമ്മൾ ഗവൺമെന്റ് കട്ട് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഇതില് നമ്മൾ ഫയലിൽ വരുന്നുണ്ടോ? പുതിയ പ്രോപ്പർട്ടി വാങ്ങി, പുതിയ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ലല്ലോ. നമ്മൾ ടാക്സ് പേപ്പറിന്റെ രജിസ്ട്രേഷൻ ചാർജ് ഒക്കെ കൊടുക്കുന്നില്ലേ? നമുക്ക് ടാക്സ് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അത് എക്സ്പെൻഡിച്ചർ ആണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതിനകത്ത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഈ ടാക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടി വിൽക്കുമ്പോഴാണ് നമുക്ക് ടാക്സ് വരുന്നത്. ആ വിൽക്കുമ്പോൾ നമുക്ക് ഈ വാങ്ങിയ വില കുറച്ചിട്ട് ബാക്കി ഈ ടാക്സ് അടച്ചതും ബാക്കിയുള്ള എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. കണ്ടിന്യൂ. അടുത്തതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ആക്ച്വലി മെഡിക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബിസിനസ് ചെയ്യാവോ പ്രൊഫഷൻ ഉണ്ടാവും. കാരണം പ്രാക്ടീസിങ് CAസിന് ആക്ച്വലി ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് ഒരു എത്തിക്കൽ റൂളുണ്ട്. അപ്പം അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ആക്ച്വലി പ്രൊഫഷൻ, ബിസിനസ്, ഒരു ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇത്രയായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ഫീൽഡുമായിട്ട് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൊഫഷണൽ ഇൻകം കാണും, പിന്നെ എക്സ്ട്രാ ഫാമിലി ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണും. പിന്നെ ഇൻകം ഫ്രം പാർട്ണർഷിപ്പ് ഫേമിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ഫേമിൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം കാണിക്കണം. പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ. എല്ലാവരും വിചാരിക്കും ഫ്യൂച്ചേഴ്സും ഓപ്ഷനും ഒക്കെ ക്യാപിറ്റൽ ഗെയിനകത്ത് വരുന്നതാണ്, പക്ഷേ എല്ലാം നമ്മളത് ബിസിനസ് ആൻഡ് പ്രൊഫഷനകത്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് ഏജൻസി കമ്മീഷൻ ബിസിനസ്. അത് ആക്ച്വലി അതർ സോഴ്സസ് ആണെങ്കിലും നമ്മൾ അത് മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. നമ്മുടെ കാര്യത്തിൽ അത് വരുന്നില്ല. പിന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്. അതായത് ഇൻട്രാഡേ വരുമ്പോഴത്തേക്ക് അത് സ്പെക്കുലേഷൻ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിൻ്റെ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇൻട്രാഡേ ട്രേഡിംഗ് വന്നിരിക്കുന്നത്. അത് നോർമൽ ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല. കാരണം ബാക്കിയെല്ലാം ഫ്രം പ്രൊഫഷണൽ ബിസിനസ് ആയാലും പാർട്ണർഷിപ്പ് ഇതിൻ്റെ എല്ലാം നമ്മൾ നോർമൽ ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇൻട്രാഡേ ട്രേഡിങ് മാത്രമേ നമ്മൾ സ്പെക്കുലേഷൻ രീതിയിൽ പോകുന്നുള്ളൂ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ ഈ ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ITR ഫോം കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. നമുക്ക് അറിയാം സാലറീഡ് ഇൻകം ആൾക്കാർക്ക് ITR 1 ആണ് വരിക, അല്ലെങ്കിൽ ITR 2. ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ITR 1 ITR 2 ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ITR 3 അല്ലെങ്കിൽ ITR 4 ഇത് രണ്ടുമാണ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ടാക്സ് റെജീം സെലക്ട് ചെയ്യുന്നത് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടാക്സ് റെജീം ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷൻ ഉള്ളവർക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ ഓഡിറ്റിൻ്റെ കാര്യങ്ങളും നോക്കിയിരിക്കണം. അതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓഡിറ്റ് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയും. അതായത് ഒരു ഡൗട്ട് സ്ലൈഡ് ഇൻട്രാഡേ ട്രേഡിംഗ് ഷെയർ മാർക്കറ്റിൽ എമൗണ്ട് ഒക്കെയാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? ഇൻട്രാഡേ ട്രേഡിംഗ് വെച്ചാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്നതാണ്. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണ് ഇത് വരുന്നത് അതിനകത്ത് ഇൻകം സാലറിയിൽ?
സാലറി അല്ല, ടാക്സ് നോർമൽ ടാക്സ് ആയിരിക്കും വരിക, പക്ഷെ ആ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം. എത്ര പെർസെന്റേജ് ആയിരിക്കും, അങ്ങനെ ഉണ്ടോ? ഇല്ല അങ്ങനല്ല, ഇത് നോർമൽ ബിസിനസ് പോലെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ബിസിനസ് ഇൻകം ആയിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അല്ല, ഇതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ലിമിറ്റ് ഒന്നും ഇല്ല. അല്ലാതെ ഈ ഇൻകം വരുന്നതില് ഒരു മിനിമം വാല്യൂ ഉണ്ടോ അതിന്? ഇല്ല മിനിമം വാല്യൂ ഇല്ലാന്നേ. ഇല്ലല്ലേ? ഓക്കെ. ഒരു സംശയം ചോദിച്ചോട്ടെ. ആ, ഈ ഡോക്ടേഴ്സിന്റെ പ്രൈവറ്റ് പ്രാക്ടീസ് വരുന്ന ഇൻകം നമ്മൾ ഇൻകം ബൈ പ്രൊഫഷൻ എന്ന ഹെഡിങ്ങിലാണോ കാണിക്കേണ്ടത്? ഡോക്ടേഴ്സിന്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് തന്നെ കാണിക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്, മാനുഫാക്ചറിങ് ആ ഒരു രീതിയിലാണ് കൺസിഡർ അതെ, ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഡോക്ടേഴ്സിന് സാലറിക്ക് പുറത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ ഈ ഇൻകം ബൈ പ്രൊഫഷൻ എന്ന ഹെഡിങ്ങിൽ കാണിക്കുമ്പോൾ അപ്പൊ നമ്മൾ ITR 1 കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന രീതിയിലേ കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഏത് ഫോം വെച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഇൻകം ഫ്രം പ്രൊഫഷൻ വരുമ്പോൾ ITR 3 അല്ലെങ്കിൽ ITR 4 ഇത് രണ്ടിൽ ഒരെണ്ണമാണ്. മെയിൻലി ITR 3 ആണ് ഫയൽ ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പ്രൊഫഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റാണ് പറയുന്നത്. അതായത് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഉണ്ട്. അതായത് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അക്കൗണ്ടൻസ്, അതേപോലത്തുള്ള സ്പെസിഫൈഡ് ഒരു 7-8 പ്രൊഫഷൻസ് ഉണ്ട്. ഇൻറ്റീരിയേഴ്സ്, ആർട്ടിസ്റ്റുകൾ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2.5 lakhs മേളിലാണ് ഇൻകം എന്നുണ്ടെങ്കിൽ അവർ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതർ ഇൻഡിവിജ്വൽസ് HUF ഒക്കെ ആണെങ്കിൽ 2 കൺസിഡർ ചെയ്യും. 2 രീതി. ഒന്ന് 2.5 lakhs അല്ലെങ്കിൽ ടേൺ ഓവർ ഗ്രേറ്റർ ദാൻ 25 lakhs. 25 lakhsന് മേളിൽ ടേൺ ഓവറോ അല്ലെങ്കിൽ 2.5 lakhsോ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം ഇവരുടെ ഇൻഡിവിജ്വൽസും HUFും ബിസിനസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യും. പ്രൊഫഷൻസ് ആണെങ്കിൽ 2.5 lakhs ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതേഴ്സ്, അതായത് അതർ ആൾക്കാർ, അവരൊക്കെ ആണെങ്കിൽ 1.2 lakhsോ അല്ലെങ്കിൽ ടേൺ ഓവർ എക്സീഡിങ് 10 lakhs, അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം, കമ്പനികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1.2 lakhs അല്ലെങ്കിൽ റെസീപ്റ്റ് എക്സീഡിങ് 10 lakhs ഇവരെല്ലാം ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ടാക്സ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഇൻകം 50 lakhsന് മേളിൽ വരുമ്പോൾ നമ്മൾ ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത് CA ചെയ്യുന്നതാണ്. അതൊരു ഫോം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം ബുക്സ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ്. പിന്നെ അവരുടെ ബിസിനസ് ആണെങ്കിൽ ടേൺ ഓവർ 1 crore മേളിൽ അല്ലെങ്കിൽ 10 crore എബവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് ചെയ്യുള്ളൂ. പിന്നെ ലോവർ ഡിഡക്ഷൻ ഒരു നമുക്കിപ്പോൾ ഇത് AD എന്ന് പറയുന്നത് ബിസിനസ് ഉള്ളവർക്കുള്ളതാണ്. അതല്ലാതെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ഫോർ പ്രൊഫഷണൽസ് ഉണ്ട്, 44 ADA. അതായത് നമ്മുടെ ഇപ്പം മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം വരുന്നുണ്ട്, ഒരു 10 lakhs ഇൻകം വരുമ്പോൾ നമ്മൾ സ്പെസിഫൈഡ് പ്രൊഫഷണൽസ് ആണ്. അതുകൊണ്ട് 10 lakhs വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഫിറ്റ് എത്ര കാണിക്കേണ്ടതെന്ന് നമ്മൾ നോക്കണം. പ്രൊഫഷണൽസിന് 50% ആണ് നമ്മൾ മിനിമം 50% ആണ് നമ്മൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കേണ്ടത്. മിനിമം 50% ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിമിംഗ് ലോവർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 44 ADA ആ ഒരു ലിമിറ്റിൽ വരും. ആ ഒരു സമയത്ത് നമുക്ക് ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അതായത് നമുക്കിപ്പോൾ 10 lakhs പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ 5 lakhs കാണിച്ച് 44 ADA എന്നൊരു ഓപ്ഷനാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതല്ല, നമ്മൾ അതിൽ താഴെയാണ് നമ്മൾ ഇൻകം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ലിമിറ്റിൽ വരും. ആ ടാക്സ് ഓഡിറ്റൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിലും റിട്ടേൺ അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതൊരു കംപ്ലയൻസ് എറർ ആണ്. ആക്ച്വലി ഇൻകം ടാക്സിന് നോട്ടീസ് അയക്കാം. അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 0.1% ടു 1 സെയിൽസോ അല്ലെങ്കിൽ 1,50,000 rupees ആണ് അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. പിന്നെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആണ് 44 ADA. അതായത് അപ് ടു 50 lakhs വരെ നമുക്ക് പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ഓപ്റ്റ് ചെയ്യാം. അതായത് ആ പ്രോഫിറ്റ് ഓപ്റ്റ് ചെയ്താൽ നമ്മൾ എത്രയാണോ നമ്മുടെ റവന്യൂ അതിൻ്റെ 50% നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക. ആ സമയത്ത് നമുക്ക് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 50% താഴെയാണ് നമ്മൾ ഇൻകം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെയിമിംഗ് ലോവർ ഡിഡക്ഷൻ ആയിട്ട് വരും. അതും ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുതലാണ് എങ്കിൽ നമുക്ക് ടാക്സ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കുന്നു.
അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാനും. അതിൻ്റെ ഓഡിറ്റ് വേണോ വേണ്ടയോ നോക്കി ബുക്സും മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിറ്റും ചെയ്ത് പ്രിസംപ്റ്റീവ് ആണോ എന്നുള്ളതും നോക്കിയിട്ട് വേണം നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ, ഈ സാലറിയുടെ ക്ലാസ്സിന് ITR 1 അല്ലേ പറഞ്ഞത്? അപ്പൊ ITR 2 ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അതായത് ITR 1 എന്ന് പറയുന്ന സാലറി ലിമിറ്റ് ഉണ്ട്. 50 lakhsന് താഴെ അല്ലെങ്കിൽ ഒരു അതർ സോഴ്സസ് ഇൻകം, ഒരു ഹൗസ് പ്രോപ്പർട്ടി, ഇത് മൂന്നും ഉള്ളവർ മാത്രമേ നമ്മൾ ITR 1 കൺസിഡർ ചെയ്യത്തുള്ളൂ. ITR 2 എന്ന് പറയുന്നത് 50 lakhsന് മേളിൽ സാലറി, ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അതല്ലാതെ ക്യാപിറ്റൽ ഗെയിന്, ഇങ്ങനെയൊക്കെ വരുന്നതാണ് 2 പോകുന്നത്. 3 എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ്, പ്രൊഫഷണൽ ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് 3 വരിക. നമ്മൾ അടുത്തൊരു സ്ലൈഡ്സിൽ അത് പറയും. സാർ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ സാലറി ഇൻകം ഇല്ല, പക്ഷെ ഇൻകം ഫ്രം ട്രേഡിംഗ് ഉണ്ട്, ഇൻകം ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഏത് ITR ആണ് ചൂസ് ചെയ്യുന്നത്? ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ബിസിനസ് ഇൻകം ആണ്. ആ, അപ്പൊ ബിസിനസ് ഇൻകം ആയതുകൊണ്ട് അത് ITR 3 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. സാറേ ആ പറഞ്ഞതിൽ ഒരു ഡൗട്ട് സാറേ, അതിനകത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന പോലെ നമ്മൾ സ്വിംഗ് ട്രേഡും മറ്റും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും ബിസിനസിന്റെ അണ്ടറിലാണോ വരുന്നത്, അതോ അത് ITR 2 സാറേ വരുന്നത്? ഇല്ല, അത് സ്വിംഗ് ട്രേഡ് അല്ല, അത് ആക്ച്വലി അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അത് ITR 2 വരേണ്ടത്? അത് ITR 2 വരിക. സാർ ഒരു ഡൗട്ട് സാർ, ഈ 44 ADA കാണിക്കുമ്പോൾ ഇപ്പൊ മോർ ദാൻ 50% നമുക്ക് കാണിക്കാല്ലേ ഇൻകം, ലൈക്ക് 70-80%? മിനിമം 50% ആണ് നമ്മുടെ ADA പ്രസന്റീവ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. ജാസ്തി കാണിച്ചത് പ്രശ്നമൊന്നുമില്ല? ഇല്ല, കൂടുതൽ കാണിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ കൂടുതൽ ടാക്സ് അടക്കില്ല. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്? നെക്സ്റ്റ് സ്ലൈഡ് പോകാമല്ലോ. സാർ എന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാല്, ഈ ഇതില് ഇപ്പൊ പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഡോക്ടേഴ്സിന് വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം, അത് നമുക്കത് അതിൽ കാണിക്കല പ്രൊഫഷണൽ ഇൻകം പ്ലസ് ഈ ട്രേഡിംഗ് വരുന്ന ഇൻകം രണ്ടും ക്ലബ് ആക്കിയിട്ട് കാണിക്കാൻ പറ്റുമോ പ്രൊഫഷണൽ ഇൻകം? ഇല്ല, ട്രേഡിംഗ് നമുക്ക് പ്രൊഫഷണൽ ഇൻകം അല്ല, ട്രേഡിംഗ് നമ്മുടെ ബിസിനസ് ഇൻകം ആണ്. അല്ല, ഇപ്പൊ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ബിസിനസ് ആയിട്ട് കാണിക്കേണ്ടി വരുമോ? അല്ല, ഇല്ല, അത് പ്രൊഫഷണൽ ഇൻകം തന്നെയാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡിങ്ങും കാര്യങ്ങളുമാണ്. ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ സൂം ക്ലാസ്സിൽ എടുത്താൽ അതിന് പൈസ കിട്ടുന്നത് ബിസിനസ് ഇൻകം ആവോ അല്ല പ്രൊഫഷണൽ ഇൻകം ആവോ? അത് നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. താങ്ക് യു സർ. ഓക്കെ, ഇനി അടുത്ത ഇൻകം ഫ്രം എന്തൊക്കെയാണ് ബുക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിലാണെങ്കിൽ, പ്രൈവറ്റ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എല്ലാ ബിൽസുടെ കോപ്പിയും ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ ലെഡ്ജേഴ്സിൻ്റെ കോപ്പിയും, നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളും. കാരണം നമ്മൾ 50% താഴെയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഈ ഒരു ബിൽസും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലെഡ്ജേഴ്സ്, ബിൽസ്, ക്യാഷ് ബുക്ക്, കേസ് രജിസ്റ്റർ, ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലായിരിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 25,000 rupees പെനാൽറ്റി, അത്രയും വരെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രോപ്പർ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, അതായത് 2 മെത്തേഡാണ്, ഒന്ന് ക്യാഷ് ബേസിസ് അല്ല മെർക്കൻഡൈൽ, 2 ബേസിസിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. അത് കുഴപ്പമില്ല, നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്കൊരു ബിസിനസ് ഇൻകം ഉണ്ട്, പ്രൊഫഷണൽ ഇൻകം ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാമോ എന്ന് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അതായത് പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുന്നത് ADA-ക്കകത്തും ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് AD-ക്കകത്ത് 2 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യണം. എന്നിട്ട് പക്ഷേ അതിനകത്തുള്ള ലോസോ പ്രോഫിറ്റോ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ITR ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ് വേറെ ഒരു ബിസിനസ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് അതിൻ്റെ ലോസുമായിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ളതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ.
അതായത് മിക്കവാറും എല്ലാവരും ഇപ്പം ചെയ്യുന്നുണ്ട് ട്രേഡിങ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ഇൻട്രാഡേയും മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വരുന്ന ITRസിനകത്ത് മിക്കവാറും എല്ലാവരും ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും പിന്നെ ഇൻട്രാഡേയും ചെയ്യുന്നവരാണ്. അപ്പോൾ പക്ഷെ അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇൻകമാണ്. ബിസിനസ് ഇൻകമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ടേൺ ഓവർ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പം അല്ല ഒരു ഡൗട്ട് വെച്ചിട്ട് എല്ലാവരും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ? ഉണ്ട് സാർ, ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും ഓപ്ഷൻസിനകത്തൊക്കെ. അപ്പോൾ നമ്മുടെ ടേൺ ഓവർ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈൻ റിമൂവ് ചെയ്തിട്ട് അബ്സല്യൂട്ട് ടേൺ ഓവർ എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്ക് 5000 രൂപ ലോസ് ഉണ്ട്, 7000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് ടേൺ ഓവർ എന്ന് പറയുന്നത് 7000 + 5000 12000 ആയിരിക്കും. അങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ടേൺ ഓവർ അങ്ങനെ കൂട്ടുമ്പോൾ 10 കോടി മേളിലാണെങ്കിൽ നമുക്ക് അവരുടെ ബുക്സ് ഓഡിറ്റ് ചെയ്തിട്ട് വേണം. ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ CA സൈൻ ഫയൽ ചെയ്തിട്ട് വേണം നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തും ആ ADയുടെ ഓപ്ഷൻ വരുന്നുണ്ട് 6%. AD ബിസിനസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. 6% നമ്മൾ പ്രസന്റീവായിട്ട് നമുക്ക് കാണിച്ച് ഫയൽ ചെയ്യാം വിത്തൗട്ട് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് പറഞ്ഞിരുന്നു. അതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതും ഈ ഒരു ബിസിനസ് ഇൻകമായിട്ട് കൂട്ടിക്കുഴച്ച് ചെയ്യരുത്. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് സെപ്പറേറ്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് ITR ഫയൽ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതൊരു ജസ്റ്റ് ഒരു റെഫറൻസ് വേണ്ടി മാത്രം നോക്കിയാൽ മതി. കാരണം ഇത് ഒരുപാടുള്ളതാണ്. അത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസും പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും 2 ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 മാസത്തിന് താഴെ, അതായത് നമ്മൾ സ്വിംഗ് ട്രേഡ് ബാക്കി കാര്യങ്ങൾ അതേപോലെ ഷെയർ മേടിച്ച് വിൽക്കുന്നത് 1 വർഷത്തിനുള്ളിൽ നമ്മൾ മേടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇതെല്ലാം ഷോർട്ട് ടൈം ക്യാപിറ്റലായിട്ടായിരിക്കും വരിക. അത് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് 15% ആയിരിക്കും. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി 1 lakh വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതായത് നമ്മളൊരു ടാക്സ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1 lakhന് താഴെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. കാരണം നെക്സ്റ്റ് ഇയർ അതായത് ഇപ്പം 1ൽ കൂടുതലുള്ള അത്രയും ലിമിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും ടാക്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ലോങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 24 monthsന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും 1 lakhന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കണം. 1 lakh താഴെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടാക്സ് വരത്തില്ല. അതുപോലെ തന്നെ 20% നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് കാണും. മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 36 months ആണ്. അപ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് 20% നമുക്ക് വിത്ത് ഇൻഡെക്സേഷൻ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട്സ് ഡെപ്റ്റ് ഫണ്ട് ആണെങ്കിൽ, കാരണം മ്യൂച്വൽ ഫണ്ടിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്. അങ്ങനെ 3 ഫണ്ടുകളുണ്ട്. അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഡെക്സേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 10% ആയിരിക്കും. ഇൻഡെക്സേഷൻ ആണെങ്കിൽ നമുക്ക് 20% ആയിരിക്കും. പക്ഷെ നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ അതർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങുക വെക്കുക, അത് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഇപ്പോൾ ആദ്യം ഒരു ഡോക്ടർ സാർ ചോദിച്ചിരുന്നു, നമ്മുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം ടാക്സ് വരുമെന്നുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിനകത്ത് വരുന്നതാണ്. അതായത് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ ഷോർട്ട് ടൈം ആയിരിക്കും, 1ൽ കൂടുതലാണെങ്കിൽ അത് ലോങ് ടൈം ആയിരിക്കും. പക്ഷേ ആ ലോങ് ടൈമിന് കുറേ എക്സംഷൻസ് അവൈലബിൾ ഉണ്ട്. അത് സെക്ഷൻ 54 ആണ് ക്യാപിറ്റൽ ഗെയിനിന്. പിന്നെ ഒരു ലാസ്റ്റ് നമ്മുടെ ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇത് അതർ സോഴ്സസ് വരിക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, നമ്മുടെ സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് വരും, നമ്മുടെ FDയുടെ ഇൻട്രസ്റ്റ് വരും. നമ്മുടെ ഓൾഡ് റെജീമിലായിരുന്നെങ്കിൽ സേവിങ്സ്
ബാങ്കിന്റെ ഇൻട്രസ്റ്റ് അപ് ടു 10,000. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ 10,000, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ന്യൂ സ്കീമിൽ അത് പറ്റത്തില്ല. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഡിക്ലെയർ ചെയ്യണം. പിന്നെ ഇൻകം ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതൊക്കെ ടാക്സ് റേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. കാരണം ഇത് നോർമൽ റെജീമിലല്ല ടാക്സ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആയിരിക്കും. പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് 50,000 മേളിൽ നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ആ ഗിഫ്റ്റിന് തന്നെ ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ മാരേജ് പർപ്പസിനൊക്കെ കിട്ടുന്നതൊക്കെ എക്സംപ്റ്റഡ് ആയിരിക്കും. പക്ഷെ അല്ലാതെ കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളും എക്സീഡിങ് 50,000 നമുക്ക് ടാക്സബിൾ ആയിരിക്കും. പിന്നെ ഫാമിലിയിലെ പെൻഷനിൽ നിന്ന് കിട്ടുന്നത്, റോയൽറ്റീസ്, ടെക്നിക്കൽ സർവീസ്, ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും. പിന്നെ അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്, പക്ഷേ നമ്മുടെ ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാത്രം അത് നമ്മുടെ ഇൻകം ആയിട്ട് കാണിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ അച്ഛനമ്മയും അല്ലെ ബ്രദർ സിസ്റ്റേഴ്സ് തരുന്ന പൈസ ഗിഫ്റ്റ് ആയിട്ടാണെങ്കിൽ എത്ര വരെ നമുക്ക് എക്സംപ്ഷൻ ഉണ്ട്? ഇല്ല, അവർ നമ്മുടെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് അവർ തരുന്ന എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അത് എവിടെ കാണിക്കേണ്ടത്? അത് ഇപ്പൊ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണ്ടേ ഇതിനകത്ത്? നമുക്ക് അത് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കത് ഹെഡ് ഉണ്ട്, അതിനകത്ത് കാണിക്കാം. അപ്പോൾ അതെന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണമല്ലോ. ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ എക്സംപ്റ്റ് എന്ത് ഇൻകം ഉണ്ടായാലും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. ഈവൻ ദോ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്, വി ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ്. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് ഇതിനകത്ത്. ഉണ്ട്. അതായത് നമുക്കിപ്പം ആൾറെഡി ഈ ഒരു ഇഷ്യൂ നമ്മൾ അടുത്ത സ്ലൈഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇൻകത്തിനെക്കാട്ടിലും കൂടുമ്പോഴത്തേക്ക് അതൊരു കംപ്ലയൻസ് എററാണ്. കാരണം നമുക്കിപ്പം 10 ലക്ഷം രൂപ സാലറി ഉണ്ട്, നമ്മൾ 12 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കംപ്ലയൻസ് എററാണ്. അതെന്ന് പറഞ്ഞാൽ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് വരും. ഈവൻ ദോ ഇത് എക്സംപ്റ്റഡ് എന്തെങ്കിലും രീതിയിൽ ഗിഫ്റ്റോ കാര്യങ്ങളോ കിട്ടിയതായിരിക്കും, പക്ഷേ ആ സമയത്ത് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്ത് പോയാൽ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഈ 2 ലക്ഷം അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറഞ്ഞ് വരത്തുള്ളൂ. 60% ആണ് ടാക്സ് അതിന് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്ത് എക്സംപ്റ്റഡ് ഇൻകമോ അല്ലാത്ത ഇൻകമോ നമ്മളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇൻട്രാഡേ ട്രേഡിംഗ്, ഇതിനകത്തൊക്കെ ലോസ് ഉണ്ടെങ്കിലും ലോസ് ആണ് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരിക്കേണ്ട. റിട്ടേൺ ഫയൽ ചെയ്താൽ നമുക്ക് ക്യാരി ഫോർവേഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ത് എക്സംപ്റ്റഡ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ട് തന്നെ ITR റിട്ടേൺ ഫയൽ ചെയ്യാം. പിന്നെ നമ്മളിപ്പോ മെഡിക്കൽ ഓഫീസേഴ്സ് ആണ്. അപ്പോൾ പല ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാൻ അല്ല കൊടുത്തിരിക്കുന്നത്, സ്വന്തം പാൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ബാങ്ക് അക്കൗണ്ടെല്ലാം എടുക്കാനുള്ളത്. അപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻകം ഈ നമ്മുടെ ഇൻകം ആയിട്ട് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ട് പലപ്പോഴും. ഈ പാൻ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ സർക്കാർ ഫണ്ടുകളെല്ലാം നമ്മുടെ HMC അക്കൗണ്ട് അതിലേക്കെല്ലാം വരുമ്പോൾ ഈ പാന് നമ്മളെ പാനാണ് കൊടുക്കുന്നത്. അപ്പോ അത് ഈ പ്രശ്നങ്ങൾ വരും, നമ്മൾ ഇൻകായിട്ട് അത് മാറും. അതായത് നമുക്ക് ഇതിപ്പോ എല്ലാം സിസ്റ്റം കാൽക്കുലേറ്റഡ് ആണ്. നമ്മളൊരു സിസ്റ്റത്തിൽ ITR ഇപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് സിസ്റ്റം ജനറേറ്റഡ് ആണ്. അത് നമ്മുടെ പാൻ കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം ഈ സ്പെഷ്യൽ പിന്നെ അതായത് നമ്മളിപ്പം പറയുന്നുണ്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഒരു IT-യുടെ പോർട്ടലുണ്ട്, അതിനകത്ത് വരും. അപ്പോൾ അത് എന്തൊക്കെ വരും എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനകത്ത് നമ്മുടെ ഇൻകം ആണെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാത്തപ്പം IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരും. ആ ഇൻകം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു നോട്ടീസ് വരുന്നതായിരിക്കും. ആ സമയത്ത് നമ്മളത് റിപ്ലൈ കൊടുക്കുക. ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് there will not be any issues. ശരി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ITR ഫോംസ് ആണ്. ITR ഫോംസ് ITR 1 ഉണ്ട്, 2 ഉണ്ട്, 3, 4, 5, 6, 7 ITRs ഉണ്ട്. നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന 1, 2, 3, 4 ആണ്. അതിനകത്ത് സാലറി 50 lakhs താഴെയാണെങ്കിൽ ITR 1, 50 lakhs മേളിലും ക്യാപിറ്റൽ ഗെയിനും ഉണ്ടെങ്കിൽ 2 ഫയൽ ചെയ്യുക. അല്ലാതെ ബിസിനസ് ഇൻകം, പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ 3 ചെയ്യുക. പ്രിസംറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 50% ADIയിൽ. AD ആണെങ്കിൽ 8% ആണ്, അത് ബിസിനസ്സുകാർക്കാണ്. അത് ചെയ്യുന്നത് ITR 4-ലായിരിക്കും. പിന്നെ പാർട്ണർഷിപ്പ്, കമ്പനി, ട്രസ്റ്റ് ഒക്കെയാണ് 5, 6, 7-ലൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാലറീഡ് മാത്രമേ ഉള്ളൂ, ബിസിനസ് ഇൻകം ഉണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യും. കാരണം ബിസിനസ് വരുമ്പോഴത്തേക്ക് 1ഉം 2ഉം ഫയൽ ചെയ്യാൻ പറ്റില്ല. പ്രൊഫഷണൽ ഇൻകം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 50% പ്രിസംറ്റീവ് ഇൻകം ആയിട്ട് എടുക്കുവാണെങ്കിൽ
അതായത് ഇപ്പൊ പ്രാക്ടീസിന് പൈസയാണ്, അതിന് 50% കിട്ടുന്ന വർഷത്തിൽ കിട്ടുന്ന 50% ഇതിനകത്ത് ITF4 ആണല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ ITF3 അല്ലല്ലോ. ക്ലിയർ ആയില്ല. ഇപ്പോ നമ്മൾ ഒരു വർഷം കിട്ടുന്ന പ്രാക്ടീസിന്റെ പൈസ അത് നമ്മളിപ്പോ ഇതിനകത്ത് കാണിക്കുമ്പോഴേ പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ട് എടുത്താൽ ITF4 ആയിട്ട് എടുത്താൽ പോരെ? ITR3 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പ്രൊഫഷണൽ ഇൻകം തന്നെയല്ലേ? പ്രിസംപ്റ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ITR4 മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം കിട്ടുന്ന പ്രാക്ടീസ് പൈസ പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ടല്ലേ കാണിക്കുന്നത്? പ്രിസംപ്റ്റീവ് ഇൻകത്തിൽ താഴെ പോകാം, പക്ഷേ നമ്മൾ ഓഡിറ്റ് കമ്പൽസറി ആണ് അതിനകത്ത്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അത് ഓഡിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ITR3 ഫയൽ ചെയ്യാൻ പറ്റും. അല്ല, ITR4 ഇപ്പൊ നമ്മള് ഓഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ITR4 ഫയൽ ചെയ്ത പോരെ? അതാ പറഞ്ഞത്, നമ്മൾ 50% കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ITR4 ചെയ്താൽ മതി. 50% താഴെയാണെങ്കിൽ നമ്മുടെ ഇൻകം 2.5 lakhs മേളിലാണെങ്കിൽ നമ്മൾ ITR3 തന്നെ ചെയ്യണം. പ്രിസംപ്റ്റീവ് ഇൻകം 50% താഴെ മാത്രം കാണിക്കുകയാണെങ്കിൽ ITR3 ആണ്. ITR3 ചെയ്യണം. 50% പ്ലസ് പോവാണെങ്കിൽ ITR4 ഫയൽ ചെയ്താൽ മതി. 50% എബവ് ആണെങ്കിൽ 44 ADA ചൂസ് ചെയ്യാം, ITR4 ഫയൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് AIS എന്ന് പറയുന്നത്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മുടെ 1 ഇയറിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ AIS എന്നൊരു പോർട്ടലിൽ വരും. അതായത് നമ്മുടെ നേരത്തെ 26 AS എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇപ്പം ഇൻകം ടാക്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് AIS എന്ന് പറഞ്ഞിട്ട്. അത് ഒരു ഇയറിൽ ഫുള്ള് വെരിഫൈ ചെയ്തിട്ട് മാത്രം നമ്മൾ ITR ഫോംസും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്ത് തന്നെ സാലറി വരും, ഇൻട്രസ്റ്റ് വരും, ഡിവിഡൻഡ് വരും, ക്യാപിറ്റൽ ഗെയിൻ്റെ അത് വരും, നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചത് വരും, സെൽഫ് അസസ്മെന്റ് ടാക്സ് അടച്ചത് വരും, TDSന്റെ ഡീറ്റെയിൽസ്, TCSന്റെ ഡീറ്റെയിൽസ്. അതായത് നമുക്ക് TCS, അതായത് ഫോറിൻ ടൂർ ട്രാവൽ ഒക്കെ വരുമ്പോൾ TCS കളക്ട് ചെയ്യും, വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ TCS കളക്ട് ചെയ്യും. ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. ആ എക്സ്പെൻഡിച്ചറിന് പറ്റിയ സോഴ്സ് നമ്മുടെ ITR കാണിച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട് വാങ്ങിയത്, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ അതിനകത്തുള്ള, അതായത് ട്രാവൽ, ഫോറിൻ റെമിറ്റൻസ്, ഇതെല്ലാം AISനകത്ത് വരുന്നതാണ്. പിന്നെ റീഫണ്ട് വരും. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ AISനകത്ത് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടെന്ന് പറയും. കാരണം AIS നമ്മുടെ ഓരോ പാർട്ടികളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അവർക്ക് കുറച്ച് ഡിലേ വരാം. അവർക്ക് ഇപ്പം ഇന്ന് ഡേറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം, അവർക്ക് കുറച്ച് എറർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതായത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് AIS മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. AISനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രം ഫയൽ ചെയ്യാം. കാരണം പിന്നെ ഒരു AISനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവും. AIS എവിടുന്നാ നമുക്ക് എടുക്കാൻ പറ്റുക? 26 AS എടുക്കുന്ന പോലെ ഫയലിംഗിന്റെ സൈറ്റിൽ നിന്നാണോ? ഫയലിംഗിന്റെ സൈറ്റിൽ നിന്ന് തന്നെ AIS എടുക്കാം. AIS എടുത്തിട്ട് അത് ഫുള്ള് ഡൗൺലോഡ് ചെയ്തിട്ട് ഫുൾ ഇയറിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് വരും. ഈവൻ ഒരു 10 rupees 20 rupees ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് കാണും. സാർ, AISനകത്ത് ഡിവിഡൻഡ് വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റ് ഒന്നും AISനകത്ത് കയറി വന്ന് കണ്ടിട്ടില്ലല്ലോ. പ്രോഫിറ്റ് അല്ല വരിക, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് വരിക. ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം IT ഫയൽ ചെയ്യാനായിട്ട്. സാർ, അതുപോലെ നമ്മൾ ചിലപ്പോൾ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട്, നമ്മുടെ ഡെപ്പോസിറ്റുകൾ കുട്ടികളുടെ പേരിൽ, പാനുള്ള കുട്ടികളുടെ പേരിൽ ചെയ്യുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇൻകം ഇല്ലല്ലോ. അപ്പോൾ ഇൻകം ഇല്ലാത്ത കുട്ടിയുടെ പേരിൽ അത്രയും ഡെപ്പോസിറ്റ് കയറി വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്യൂസ് വരുമോ? ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പാനും കൂടെ കൊടുക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പാൻ ഉണ്ടാവില്ലല്ലോ. അവർക്ക് പാൻ ഉണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ പാൻ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ അപ്പൊ അവരുടെ ഇതിനകത്ത് വരും. ആ സോഴ്സ് അവർക്ക് ഇൻകം ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. അല്ല, അപ്പൊ സാറ് പറഞ്ഞ ഒരു ഇഷ്യൂ വരില്ലേ? അവർക്ക് ഇൻകം ഇല്ല, പക്ഷെ അവരുടെ ഡെപ്പോസിറ്റുകൾ കൂടുതലാണ്. അപ്പോ അവിടെ ഒരു ആ സമയത്താണ് നമുക്ക് ഗിഫ്റ്റിന്റെ ഒരു ഓപ്ഷൻ ഇല്ലേ, എക്സംപ്റ്റഡ് ഇൻകം. ഓക്കെ ഓക്കെ ഓക്കെ. സാർ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. കേൾക്കുന്നുണ്ടോ സാർ? ഹലോ. അങ്ങനെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കാം, ശരിയാണ്. ലീനൽ അസെൻഡന്റ്, ലീനൽ ഡിസെൻഡന്റ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ടാക്സബിൾ അല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ കുട്ടികളുടെ പേരിൽ കൊടുത്തിട്ട്
അതിൽ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിലോട്ട് ആഡ് ചെയ്യണം എന്നൊരു ഇതില്ലേ സാർ? എനിക്ക് ഒരു സംശയമാണ്. അങ്ങനെ ഒരു ക്ലബിംഗ് ഓഫ് ഇൻകം ഉണ്ട്. അവർക്ക് അവരുടെ ഇൻകം ക്ലബ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇതിനോട്ട് ക്ലബ് ചെയ്യും അത്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം നമുക്ക് അങ്ങനെ കുട്ടികളുടെ പേര് കാണിച്ചിട്ട് അത് കാണിക്കാതിരിക്കാൻ വകുപ്പില്ലോ. നമ്മുടെ ഇൻകത്തിൽ അത് ക്ലബ് ആവുമല്ലോ. അങ്ങനെയല്ലേ എന്റെ നിയമം? അതായത് അവരിപ്പം അവരുടെ ഇൻകം, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം അവർ ഇൻകം റിട്ടേൺ, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തുള്ള കോമൺ മിസ്റ്റേക്സുകൾ ഒരുപാട് വരാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻകറക്റ്റ്. അതായത് നമ്മുടെ ഇമെയിൽ, കോൺടാക്ട് നമ്പർ, അഡ്രസ്സ്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂസോ നോട്ടീസോ വരുമ്പോഴത്തേക്ക് അവർ ഇമെയിൽ അയക്കുമ്പോൾ നമുക്കത് കിട്ടാറില്ല മിക്കവാറും. അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കൊടുത്തേക്കുന്ന മിസ്റ്റേക്ക് ആയിരിക്കും, കോൺടാക്ട് നമ്പർ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ എറേഴ്സ് ഒന്നും നമ്മൾ കാണില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഓരോ നോട്ടീസ് വരുമ്പോഴത്തേക്ക് അതിനും ടൈം ലിമിറ്റ് അവർ പറയും. ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അവർ സെൽഫ് അസസ്മെന്റ് പോലെ ചെയ്തിട്ട് അവരുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താണ് ഓർഡർ ആക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്യുക. പിന്നെ കറക്റ്റ് ടാക്സ് ഫോം, അസസ്മെന്റ് ഇയർ, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ AS-ഉം 26 AS-ഉം മാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ എക്സ്ട്രാ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. കാരണം അതിൻ്റെ എല്ലാം പ്രോപ്പർ ഡോക്യുമെന്റ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കറക്റ്റായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് പാന് നമ്മുടെ ബാങ്കും ലിങ്ക് ചെയ്തത് മാത്രം നമ്മൾ കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൽ റീഫണ്ട് കിട്ടില്ല. അവർ ഈ റീ ഇഷ്യൂവിന് വേണ്ടി കൊടുക്കും. അത് നമ്മൾ എപ്പോഴും അത് ലിങ്ക് ആക്കിയിട്ട് വേണം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. പിന്നെ എക്സംപ്റ്റഡ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അത് ഫോമിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ വിർച്വൽ ഡിജിറ്റൽ ഇപ്പം ഉള്ളതാണ് ക്രിപ്റ്റോ കറൻസി, ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോറിൻ അസറ്റ് ഇൻകം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ട് നമ്മൾ IT ഫയൽ ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ 31 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫയൽ ചെയ്യാതില്ലെങ്കിൽ ലേറ്റ് ഫയലിംഗ് ഫീസ്, ഇൻട്രസ്റ്റ് വരും. പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. കുറേ രീതിയിൽ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് IT റിട്ടേൺസ്. ഒരു 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അവിടുന്ന് ഒരു നോട്ടീസ് വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്താലും മതിയാവും. പക്ഷെ 30 ദിവസത്തിന് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് ഇൻവാലിഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ മാത്രമേ അത് വരുള്ളൂ. പിന്നെ ലീഗലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഒരു സംശയം. ഈ 2.5 ലക്ഷത്തിന്റെ മുകളിലുള്ള ആൾക്കാര് ഇതിപ്പോ അവര് 2.5 ലക്ഷത്തിന്റെ മുകളിലുള്ള ആൾക്കാർ എല്ലാവരും ഫയൽ ചെയ്യണ്ടേ? അപ്പൊ അവര് ഫയൽ ചെയ്തില്ലെങ്കിൽ അത് ന്യൂ റെജീമിൽ തന്നെ ആയിട്ടല്ലേ കണക്കാക്കുക? ഇല്ല, ഫയൽ ചെയ്യണം എന്നുണ്ട്. ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ 2,50,000 ആണെങ്കിൽ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. അതുകൊണ്ട് തന്നെ അവർ ഫയൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനകത്ത് ടാക്സ് പേയബിളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളിപ്പോൾ IT റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോ കംപ്ലയൻസിന്റെ പർപ്പസ് കൂടിയാണ്. ടാക്സ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ITR ഫയൽ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ലോണിന് പോവുക, അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്, അതേപോലത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ IT റിട്ടേൺസ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈവൻ ദോ 2,50,000 മേളിലാണെങ്കിലും ടാക്സ് ഇല്ലെങ്കിൽ പോലും ഫയൽ ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറച്ച് ലീഗൽ കംപ്ലൈൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇൻകം കാണിക്കുന്നതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതായത് നമ്മുടെ ഇപ്പൊ പ്രൊഫഷണൽ ഇൻകം കാണിക്കുക, സാലറി ഇൻകം കാണിക്കുക, ഇതെല്ലാം കൂടി ഒരു 10 lakhs ആണ് വരുന്നത്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ കയ്യിൽ കാശില്ലാത്ത രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം, നമ്മൾ കാണിക്കാത്ത ഇൻകം എന്ന രീതിയിലാണ് അത് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന് നമുക്ക് 60% ആണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെനാൽറ്റിയും ഇമ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് ക്യാഷ് വിഡ്രോവൽ.
അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വിഡ്രോവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ TDS പിടിക്കാറുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് ഒക്കെ ഒരു 20 lakhs കൂടുതൽ, ക്യാഷ് വിഡ്രോവൽ 20 lakhs മേളിൽ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ 20 lakhs അല്ലെങ്കിൽ 1 crore മേളിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർ TCS എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അതായത് അത്രയും ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, ചെയ്തു കഴിഞ്ഞാൽ അവർ TCS കട്ട് ചെയ്യും. അത് നമുക്ക് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് അതിന് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെർക്വിസിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ, ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് അവർ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ വരുന്ന ക്യാഷ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഇവരെല്ലാം എന്ന് വെച്ചാൽ ഇവർ IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളത് IT-യിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, ഇക്വിറ്റി ട്രേഡിങ് ഇതെല്ലാം ഇവർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യും. അപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഫോറിൻ റെമിറ്റൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 lakhs മേളിലൊക്കെ ആകുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യും. 7 lakhs എബോവ് നമ്മൾ ഫോറിൻ റെമിറ്റൻസ് ചെയ്യുമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് TDS കട്ട് ചെയ്യും. അത് പിന്നെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, ഇതെല്ലാം നമ്മുടെ കംപ്ലയൻസ് പർപ്പസ് ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ കുറച്ച് മാൻഡേറ്ററി റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് സെക്ഷൻ 139 7th പ്രൊവിഷനാണ്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ ഒരു കുറച്ച് ട്രാൻസാക്ഷനാണ്. അത് ബിസിനസ് ഇൻകം 60 lakhs, പ്രൊഫഷണൽ ഇൻകം 10 lakhs, 1 crore മുകളിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, 50 lakhs മുകളിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 1 lakh കൂടുതൽ പേ ചെയ്യുക, പിന്നെ ഫോറിൻ കൺട്രി ട്രാവൽ 2 lakhs മുകളിൽ സ്പെൻഡ് ചെയ്യുക. ഇവർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ TDS, TCS 25,000 മുകളിലാണെങ്കിൽ, ഫോറിൻ അസറ്റ് ഇൻകം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. നമ്മുടെ ലിമിറ്റ് നോക്കില്ല. TCS ഒക്കെ 25,000 മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കത് IT ഫയൽ ചെയ്ത് റീഫണ്ട് ക്ലെയിം ചെയ്യണം നമ്മുടെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തിട്ട്. പിന്നെ ITR ഫയൽ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സുകൾ ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലയൻസ് വിത്ത് ടാക്സ് ലോസ് ആണ്. പിന്നെ ഓപ്റ്റിംഗ് ഔട്ട് സ്കീം, നമ്മൾ ആദ്യം മുതൽ പറയുന്നു, നമ്മൾ ഓപ്റ്റിംഗ് സ്കീം വരുന്നത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ഉള്ളൂ. പിന്നെ പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ലോസസ്, അതായത് ഇപ്പോൾ ബിസിനസ് ലോസ്, അതർ ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ITR ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്ത് മാത്രമേ നമുക്കത് ക്യാരി ഫോർവേഡ് കിട്ടുള്ളൂ. പിന്നെ ലോണ്, വിസ പർപ്പസിനൊക്കെ അവർ ITR ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ ടാക്സ് റീഫണ്ട്സ്, TDS, TCS, അതായത് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ള TDS, TCS ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ടും നമുക്ക് ഇയർലി ഫയലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് നമുക്കിപ്പോൾ എക്സംപ്റ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഫിനാൻഷ്യൽ ഇയർ അല്ല, മുൻ വർഷങ്ങളിൽ നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഇൻകം, ഒരു എമൗണ്ട് നമ്മൾ എക്സംപ്റ്റ് ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവും? അത് ഈ വർഷമല്ല, മുൻ വർഷങ്ങളിൽ അതിന് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ അതിന് പ്രശ്നം ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമെന്ന് ഇല്ല. ഇപ്പോൾ ആക്ച്വലി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഇൻകം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഇപ്പോൾ നോട്ടീസ് വരികയാണെങ്കിൽ തന്നെ അതിൽ പ്രോപ്പറായിട്ട് റിപ്ലൈ ഫയൽ ചെയ്ത് നമുക്ക് അസസ്മെൻറ്റ് ഓഫീസിനെ കണ്ട് ആ ഒരു ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത ആ ഒരു പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നതാണ്. ഓക്കെ, അന്നേരം അതിനകത്ത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ നോട്ടീസ് തന്നാൽ സബ്മിറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല ഉള്ളൂ അതിനകത്ത്. അതായത് ആ ഒരു രീതിയിൽ, അതായത് അസസിങ് ഓഫീസർക്ക് ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യണം, ആ ഒരു ഇൻകം അവിടുന്ന് വന്നതാണ്, ആ ഒരു ഗിഫ്റ്റ് ഫാദറോ മദറോ ആ ഇൻകത്തിൽ കാണിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഇൻകം ആയിരിക്കും അത്, അവരുടെ ഇൻകം അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടാണ്, ടാക്സ് അടച്ച ഇൻകം ആയിരിക്കും അവർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുക. കാരണം ഇത് ഒരാൾ ടാക്സ് ചെയ്ത എമൗണ്ട് ആയിരിക്കണം നമുക്ക് തരിക.
അതായത് ഓക്കെ ഇപ്പൊ ഫാദറോ മദറോ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് അവര് ഇൻകത്തിൽ കാണിച്ച് ടാക്സ് അടച്ച എമൗണ്ട് ആയിരിക്കണം. ആ ഓക്കെ ഒരു രീതിയിൽ സാറേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു അസസ്മെന്റ് ഓഫീസറെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് അതിൽ നിന്നൊരു ക്ലെയിം ഇല്ലാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ശരി, താങ്ക് യു സാർ. ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. നമുക്ക് അതായത് ഇപ്പം സാലറീഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കാറൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് അങ്ങനെ കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല പക്ഷേ ഈ മിക്കവാറും ഗവൺമെന്റ് ഡോക്ടേഴ്സിന് എല്ലാവർക്കും അവർക്കൊരു പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടാവും. അന്നേരം മിക്കവാറും അവരുടെ സാലറി പ്ലസ് അവരുടെ ഒരു ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഇതും കൂടെ ചേർത്തായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പേരിൽ തന്നെ ഒരു കാർ മേടിച്ചാൽ നമ്മൾ ഇയർലി നമുക്ക് ആ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്ക് പ്രൊഫഷനിൽ കാണിക്കുമ്പോൾ അതാ പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് 44 ADയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ പ്രൊഫഷൻ എന്ന രീതിയിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം. നമ്മൾ 44 AD എന്നൊരു ഓപ്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് 50% എത്രയാണോ ഇൻകം അതിന്റെ 50% നമ്മൾ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ അതിനകത്ത് പിന്നെ നമുക്കൊരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഒരു SIP ഉണ്ടായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്തു. അപ്പം അതിന്റെ ചെറിയ എമൗണ്ടേ ഉള്ളൂ, ബട്ട് അത് എന്റെ അക്കൗണ്ടിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ITR 2 ആണോ ഫയൽ ചെയ്യേണ്ടത്? സാലറി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞൊരു എമൗണ്ടും കൂടെ ആഡ് ആയിട്ടുണ്ട്. SIP എന്ന് പറയുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലേ? മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ 2-നകത്താണ് നമ്മൾ ഫയൽ ചെയ്യുക. ഓക്കെ സാർ, താങ്ക് യു. സർ, വൺ ഡൗട്ട്. നമ്മൾ ITR ഫോം ITR 1 2 ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ സാലറി ഇൻകത്തിന്റെ കൂടെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് സേവിങ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടണോ ഇൻകമില്, ഗ്രോസ് ഇൻകമില്? അത് കൂട്ടേണ്ടി വരുമെന്നേ. ന്യൂ റെജീമിൽ പക്ഷേ ആ ഡിഡക്ഷൻ 10,000 ഡിഡക്ഷൻ ഒന്നും ഇല്ലല്ലോ. ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം. അതല്ല, നമ്മുടെ സാലറി ഡെപ്പോസിറ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ സാലറിയുടെ ഡെപ്പോസിറ്റ് തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഗ്രോസ് ഇൻകത്തിൽ കൂട്ടണോ ടാക്സ് കൂട്ടുമ്പോൾ? അത് വേണ്ടി വരും. ഇൻട്രസ്റ്റ് നമ്മൾ വരുന്ന ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ കാണിച്ചിട്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ളതിലാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് അത് ഇൻട്രസ്റ്റ്. ഓൾറെഡി ബാങ്കിൽ നിന്ന് അതിന്റെ ടാക്സ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ടാക്സ് പിടിച്ചത്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാലറി ഇൻകം, അതർ സോഴ്സസ് ഇൻകം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണോ ടാക്സ് വരുന്നത് അതിൽ നിന്ന് TDS പിടിച്ച എമൗണ്ട് കഴിച്ചിട്ടാണ് ബാക്കി നമ്മൾ റീഫണ്ട് ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് ബാക്കി പേ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അതായത് ഈ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുമ്പം അതിന്റെ ടാക്സ് ലയബിലിറ്റിയും കൂടെ വരും. അപ്പോൾ ആ ടാക്സ് ലയബിലിറ്റിക്ക് TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ടിന് ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ റീഫണ്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് സാലറി ബാങ്ക് അക്കൗണ്ട് അല്ലേ, ബാങ്ക് ഡെപ്പോസിറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സാർ, ഒരു ഡൗട്ട്. നമ്മൾ സാധാരണ ഹസ്ബൻഡ് വൈഫിനോ വൈഫ് ഹസ്ബൻഡിനോ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ അങ്ങനെ കാണിക്കാറില്ല ആക്ച്വലി ട്രാൻസ്ഫർ. ഒരു ഓഫീസിൽ, അതായത് ഒരു എംപ്ലോയീസിന്റെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഡോക്ടേഴ്സിന്റെ ഇടയിൽ ചാർജ് മെഡിക്കൽ ഓഫീസർ എംപ്ലോയീസിന്റെ ഈ ഫയൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിലേ ആയി കഴിഞ്ഞാൽ ഫൈൻ വരുന്നുണ്ടല്ലോ. അതിപ്പോ വർഷങ്ങളോളമുള്ളതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ അടയ്ക്കേണ്ട സംഭവം തന്നെയല്ല. അത് ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. എന്താ, എനിക്ക് ക്ലിയർ ആയില്ല ആക്ച്വലി. സാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കില് നമ്മളിവിടെ പല ചാർജ് ഓഫീസർമാരും DDO ആണ്. അപ്പൊ അവർക്ക് അവരുടെ താഴെയുള്ള കീഴിലുള്ളവരുടെയൊക്കെ TDS പിടിച്ചിട്ട് ടാൻ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും നോട്ടീസ് വരാറുണ്ട്. നമ്മളിപ്പോ പാൻ നമ്മള് ITR ഫയൽ ചെയ്തു, പക്ഷെ ഇത് പാനും ടാനും കൂടി യോജിക്കാത്ത കാരണം ക്ലിയർ ആവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൺസേൺഡ് DDOന് ഒരു പെനാൽറ്റി പോലെ വരാറുണ്ട്. പേഴ്സണൽ ആയിട്ടല്ലല്ലോ വരിക, അത് നമ്മുടെ ഏതിന്റെ സ്ഥാപനത്തിന്റെ പേരിലല്ലേ വരിക? സ്ഥാപനത്തിന്റെ പേരിലല്ല. അപ്പൊ ചാർജ് ഓഫീസർ ആരുടെ പേരിലാണോ നമ്മൾ അന്നത്തെ ചാർജ് മെഡിക്കൽ ഓഫീസർ അങ്ങനെ ആ ഡോക്ടറുടെ പേരിലാണ് പിന്നെ വരുന്നത്. അപ്പൊ ചിലപ്പോ ഇവര് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടായിരിക്കും, പിന്നെ ആയിരിക്കും അത് ടാൻ ഫയൽ ചെയ്യാത്ത കാരണം മറ്റവരുടെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാരണം, വെരിഫൈ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാരണം അത് നമ്മളിപ്പോ എനിക്ക് നോട്ടീസ് വന്നു. ഞാൻ അങ്ങനെയുള്ള സമയത്ത് പുതിയ ആള് വരുമ്പോ നമ്മളത് ട്രാൻസ്ഫർ ചെയ്യല്ലേ ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്തതാണ്. പക്ഷെ ഞാനിപ്പോ എന്റെ പേരിൽ ഞാൻ ITR ഫയൽ ചെയ്തു, പക്ഷെ ഈ നോട്ടീസ് വരികയാണ് ഇങ്ങനെ ടാൻ ഫയൽ ചെയ്തായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അത് ടാൻ ചെയ്യാത്തതാണ്. അപ്പൊ കൺസേൺഡ് DDO ആണ് അത് ചെയ്യേണ്ടതായിരുന്നത്.
കുറെ കാലം കഴിയുമ്പോൾ ആ ഡോക്ടർ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടോ, DDO ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടീസ് വരുന്ന സമയത്ത് ആ കൺസെന്റ് ഡോക്ടർ പേരിലാണ് പിന്നെ നോട്ടീസ് പെനാൽറ്റി പോകുന്നത് പലപ്പോഴും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അതായത് ഇൻഡിവിജ്വൽ അല്ല, മറ്റേ എംപ്ലോയേഴ്സിന്റെ TDS പിടിച്ച് അടച്ചിട്ടാണ്ട് ഫയൽ ചെയ്യേണ്ട ചുമതല കൂടി ഉണ്ട് അവർക്ക്. അതാ എംപ്ലോയേഴ്സിന്റെ പേരിലാണ് അത് ചെയ്യേണ്ടത്, നമ്മുടെ പേഴ്സണൽ ആയിരിക്കില്ല അത്. അല്ല ആണ്, പക്ഷേ ഇങ്ങനെ ആ ചാർജ് ഓഫീസറുടെ പേരിലായിരിക്കും ടാൻ ആ സമയത്ത് നിലനിൽക്കുന്നത് ആ പർട്ടിക്കുലർ പീരീഡിൽ. അപ്പൊ അവരുടെ പേരിലാണ് പലപ്പോഴും പെനാൽറ്റി ആയിട്ട് വരുന്നത്. നിങ്ങൾ ടാൻ ഫയൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരുടെ പേരിലാണ് വരുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇഷ്യൂ പല പേർക്കും ഉണ്ട് ഇപ്പോ. കാരണം പല സാറ് പറഞ്ഞ പോലെ ഇത് ഒരുപാട് പേർക്ക് ഇപ്പൊ പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പെനാൽറ്റി ആയിട്ട് വരുന്നത്. ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ അത് പെനാൽറ്റി കാര്യങ്ങൾ അത് ആക്ച്വലി എംപ്ലോയർ ആയിരുന്നു ചെയ്യേണ്ടത്. നമ്മുടെ പേരിൽ ചെയ്തുകൊണ്ട് അതിപ്പം ആ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കാണ്ട് നമുക്ക് ചെയ്യാവോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആക്ച്വലി. വേറൊരു സംശയം ഉള്ളത്, നമ്മുടെ ഈ കോൺട്രാക്ട് സ്റ്റാഫ് ഉണ്ടാവല്ലോ 1 year അല്ലെങ്കിൽ 180 days, അപ്പൊ അവർക്ക് മിക്കവാറും ന്യൂ ടാക്സ് റെജീമില് അവർക്ക് എന്തായാലും ടാക്സ് ഉണ്ടാവില്ലല്ലോ, മിക്കവാറും അവർക്ക് 7 ലക്ഷത്തിന് താഴത്തായിരിക്കുമല്ലോ. പക്ഷെ അവർക്ക് ഈ 3 മാസത്തെ നോൺ TDS ആയിട്ട് 10% പിടിച്ച് ഇപ്പൊ അടക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? 3 മാസത്തെ, അതായത് നമുക്കിപ്പം ഈ എംപ്ലോയർ ഇതിപ്പോ കോൺട്രാക്ട് ഇൻകം അല്ലേ അതോ സാലറീഡ് ആണോ? അല്ല, കോൺട്രാക്ട് ഇൻകം ഡെയിലി വേജസ് ആയിട്ട് ഡെയിലി വേജസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് ഇൻകായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അല്ലെ ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ നോൺ TDS പിടിക്കണമെന്നുള്ളതാ ചോദിച്ചത്. നോൺ TDS ഫയലിംഗ് ഇല്ല, അവർക്ക് ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിടിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിടിക്കണ്ടാണ്. ശരി ശരി. സർ ഒരു ഡൗട്ട് സർ, സാലറീഡ് പ്ലസ് അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അവർ 44 ADA ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് 50% ആയിട്ട് കുറയോ ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകം അല്ല, നമ്മുടെ പ്രൊഫഷണൽ ഇൻകം 50% ആയിട്ട് കുറയും. സാലറി ഇല്ല, സാലറി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. നമ്മുടെ പ്രൊഫഷണൽ ഇൻകം സാലറി സെപ്പറേറ്റ് ആണ്. അത് നമ്മളെ ഹെഡ് ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് 5 ഹെഡ് ഇല്ല, 5 ഹെഡും സെപ്പറേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്ത് പ്രൊഫഷണൽ ഇൻകം വരുന്ന മാത്രമാണ് 50%. സാർ ഒരു ഡൗട്ട്, ഇപ്രാവശ്യം ITRന്റെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ പ്രൊഫഷണൽ ടാക്സ് കൊടുത്തത് ഡിഡക്ട് ചെയ്യാനുള്ള ഒരു കോളം ഇല്ല. കഴിഞ്ഞ വർഷം ഇല്ല, നമുക്ക് ന്യൂ റെജീമില് പ്രൊഫഷണൽ ടാക്സ് അലൗഡ് അല്ല. ഓൾഡില് തന്നെ, ഓൾഡിലും കണ്ടില്ല. ഇല്ല, ഓൾഡിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് എന്താണ്, പക്ഷെ ഞാൻ ഓൾഡിൽ ചെയ്തപ്പോ അപ്പൊ ഞാനത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇഫ് യു കാൺ നമുക്ക് ചെയ്യാലോ. അതർ പെർക്വിസിറ്റ്സ് ഉള്ള ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. സാറേ, ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സാറേ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ? അതായത് നമ്മുടെ ഈ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി എന്ന് പറഞ്ഞ TAS ഉണ്ടല്ലേ, TAS, അതിനകത്ത് ഈ പർച്ചേസ് ഓഫ് ടൈം ഡെപ്പോസിറ്റ്സ്, അത് നമ്മുടെ FD ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിനകത്ത് ഈ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് റിസർവ് ബാങ്കിന്റെ FD എന്ന് പറഞ്ഞ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അത് ആ ബാങ്കിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ആ ഒരു കാര്യം നോട്ട് ചെയ്താൽ മതി. നമ്മൾ ഡെപ്പോസിറ്റ് അല്ലേ, ഡെപ്പോസിറ്റ് നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കത്തില്ല, പക്ഷേ നമ്മൾ അത് കൺസിഡർ ചെയ്യാതേ ഉള്ളൂ. അത്രയും വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കുന്ന അതിൽ വരും അല്ലേ? എല്ലാം വരും. ഗോൾഡ് ബോണ്ട് മാത്രമല്ല ഉള്ളു, വേറെ റിസർവ് ബാങ്കിനകത്ത് ടൈം ഡെപ്പോസിറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? അല്ല, അതായത് നമ്മൾ മേടിക്കുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ AISനകത്ത് വരും. അത് എമൗണ്ട് തെറ്റുണ്ട്, അത് ടാലി ചെയ്യാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതാ പറഞ്ഞത്, നമ്മുടെ AIS എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ആക്ച്വൽ എത്ര അതാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ എത്ര അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അതോടെ ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ അല്ലേ? പിന്നെ ഒരു ഡൗട്ടും കൂടി, അതായത് ഈ സാലറി കിട്ടിയ പൈസ തന്നെ കുറച്ച് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇട്ടിരുന്നു, അതിന്റെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലായിരുന്നു. 4-5 വർഷം കിടന്ന് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സേവിങ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. അത് സേവിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ബാങ്കിൽ തന്നെ FD ആക്കി. അത് ഈ ടൈം പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ടൈം പർച്ചേസ് ഓഫ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതെന്തെങ്കിലും അവര് സോഴ്സ് ചോദിക്കുക അങ്ങനെ വല്ല ചെയ്യും? ആക്ച്വലി ആ കോർപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്തുള്ള സോഴ്സ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അത് സാലറി തന്നെ കൊണ്ടിട്ടതാ.
ഓക്കെ. അപ്പൊ ആ ഒരു സോഴ്സ്, ആ സമയത്തുള്ള സോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടപ്പോ കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞെല്ലാം കാണിക്കേണ്ട കാര്യമുണ്ടോ ഈ വർഷം? ആ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ കാണിക്കണം. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയർ മാത്രം കാണിക്കുന്നുണ്ട്, അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. പിന്നെ ഒരു ട്രേസ് ചെയ്ത് പോയി പഴയ ഇത്രയും നാൾ കൊടുത്തില്ല എന്ന് പറഞ്ഞ അങ്ങനെ വല്ലതും വരുമോ എന്നൊക്കെ? ഇല്ല, നമ്മളത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് ആക്ച്വലി കാണിച്ചു പോകണമായിരുന്നു. ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അതിനകത്ത് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ ഓരോ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഇതിപ്പോ റൗണ്ട് ഓഫ് ചെയ്താൽ കാണിച്ചാൽ മതി കുറച്ച്. ഏതായാലും ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. സർ, ഈ 80 TTAയും TTBയെ കുറിച്ചൊന്ന് പറയോ? അതെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻസ് ആയിരുന്നു. അത് ആക്ച്വലി നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് 10,000 വരെ ഒരു ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു ഓൾഡ് സ്കീമിൽ. അതെന്ന് പറയുന്നത് 10,000 വരെ ആയിരുന്നു. ഇപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ ന്യൂ റെജീമിൽ ഇല്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഫുള്ളി ടാക്സബിൾ ആയിട്ട് എടുക്കുള്ളൂ, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സാറേ, ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഓൾറെഡി കവേർഡ് ആണെല്ലാം. EMI പേയ്മെന്റ് don't have any business. If you don't have any business other than salary, can we get old regime without? ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ആക്ച്വലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, കാരണം ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സ്ലൈഡ്സിനായിട്ടെല്ലാം വന്നിട്ടിരിക്കുന്നതല്ല. ഒരു ഡൗട്ട് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതൊരു നോൺ ടേം അസറ്റ്, അത് നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്, അതിൽ നിന്നാണ് ടാക്സ് വരുന്നത്. നമുക്ക് നമ്മളൊരു ലോങ് ടേം അസറ്റ് വാങ്ങിച്ച് അത് സെല് ചെയ്തുമ്പോഴാണല്ലോ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അപ്പൊ ആ ടാക്സ് നമ്മൾ ആ എമൗണ്ട് നമ്മൾ വേറൊരു ലോങ് ടേം അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് എക്സെംഷൻ ഉണ്ടോ? എക്സെംഷൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് 54 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻ. അതാ ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു സ്ലൈഡിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല, അതൊരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് 54 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഡിഡക്ഷൻ സെക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വിൽക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കേൾക്കാമോ? ചോദിച്ചോളൂ. നമ്മൾ ഈ 80Gയുടെ കാര്യം പറഞ്ഞില്ലേ, 80G അത് ന്യൂ റെജിമിലുണ്ടോ? അതായത് ഡിഡക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല, HRA ഇല്ലാത്തവർക്കുള്ള അത് ന്യൂ റെജിമിൽ നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 80G അല്ല, 80GG ആയിരുന്നു. 80G ഡൊണേഷൻ ആണ്. 80GG ഉണ്ടായിരുന്നു, അതായത് റെന്റ് പേയ്മെന്റ്. അത് ഓൾഡ് സ്കീമിലായിരുന്നു, അത് ന്യൂ സ്കീമിൽ അത് അവൈലബിൾ അല്ല. ഓക്കെ. പിന്നെ ഉള്ളത് ഈ ഒരു ട്രാവലിംഗ് അലവൻസ് ഡിഡക്ഷൻ പറഞ്ഞില്ലേ, അത് ആ ഒരു ഹെഡിൽ തന്നെ നമുക്ക് പേ സ്ലിപ്പിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അതെയോ നമുക്ക് മന്ത്ലി അങ്ങനെ ട്രാവലിംഗ് അലവൻസ് ഇത്ര കാണിക്കാം എന്നുണ്ടോ? ഇല്ല, ട്രാവലിംഗ് അലവൻസ് ആക്ച്വലി ഒരു ഡിസേബിൾഡ് പേഴ്സൺസിനാണ് വന്നിരിക്കുന്നത്. 1,600 പെർ മന്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ 3,200 പെർ മന്ത്. പക്ഷെ ആക്ച്വലി എംപ്ലോയർ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഉള്ള ഒരു ഡൗട്ട്, നമ്മൾ ആ ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഈ US സ്റ്റോക്സ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആ ക്ലാസിഫിക്കേഷൻ സെയിം ആയിട്ടാണോ വരുന്നത്? US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതൊക്കെ ഫോറിൻ ഇൻകം ആയിട്ടല്ലേ വരിക. അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷെ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കില്ല, കാരണം അത് ഫോറിൻ ഇൻകം അല്ലേ വരിക. അങ്ങനെയാണോ? അല്ല, ചോയ്സാ. ഓക്കെ. അപ്പൊ അതിന്റെ എങ്ങനെ ടാക്സേഷൻ വരുന്നത്? വേറെ ഫോം അങ്ങനെയാണോ? അല്ല, ഇതിനകത്ത് തന്നെ നമ്മൾ കാണിക്കേണ്ടി വരും. അത് സെപ്പറേറ്റ് ഹെഡിലായിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുക. ഫോറിൻ ഇൻകം ഫ്രം ഫോറിൻ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതിന്റെ ടാക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പൊ അത് എത്ര %? 30% ബിസിനസ് ഇൻകം പോലെ ആ ഒരു
സ്ലാബിലാണോ വരുന്നത്? അല്ല, നോർമൽ ടാക്സ് റേറ്റ് തന്നെ വരിക. ശരി. സാറേ അതില് ഒരു ഫർദർ ഒരു ഇതൂടില്ലേ, ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കേസിൽ എനിക്കറിയത്തില്ല, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ഉള്ള രാജ്യങ്ങളിൽ അങ്ങനെ ഒരു വ്യത്യാസം വരില്ലേ? അതായത് നമ്മുടെ അവിടെ അതായത് നമ്മുടെ റെസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള, അതായത് 182 ഡേയ്സിൽ നമ്മൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരെ റെസിഡന്റ് എന്ന് പറയുന്നത്. ആ റെസിഡന്റ് ആൾക്കാർ ഫോറിൻ ഇൻകം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം NRI പോലത്തെ ആൾക്കാരും അതേപോലെ അവിടെയുള്ള ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫോറിൻ കൺട്രിയിൽ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള DTA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയും, DTA. അപ്പം അതിന്റെ ഓരോ സ്കീമിനകത്തും എത്ര പെർസെൻറ്റേജ് ആ ടാക്സ് റെഡ്യൂസ് ചെയ്ത ടാക്സ് ആയിരിക്കണം നമ്മൾ അടയ്ക്കേണ്ടത്. അതായത് നോർമൽ ടാക്സ് അല്ല, അതിന് ആ DTA പ്രകാരം അങ്ങനെ അവർ അടച്ച ടാക്സിന് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് മാത്രം അടച്ചാൽ മതി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ടാക്സ് നമുക്കിവിടെ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സാറിന്റെ ഫേമിന്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് തരാമോ? ഹലോ, ഇതൊരു സ്ലൈഡാണ്. കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് 8129131961. ഈ ഒരു സ്ലൈഡിലുണ്ട്. സാർ ഉണ്ടോട്ടോ നമ്മള് SIP യുടെ കാര്യമാണേ. നമ്മളിപ്പോ നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഡിഡക്ട് ചെയ്യുന്നതാണല്ലോ SIP ആയിട്ട് പോകുന്നത്. അപ്പൊ അതില് വാങ്ങിക്കുന്ന ഷെയർ നമ്മൾ എക്സ്ട്രാ ഇത് ടാക്സ് പേ ചെയ്യേണ്ടി വരുമോ? എന്റെ AIC ഇപ്പം ഇല്ല, SIP നമ്മൾ മേടിക്കുമ്പോഴല്ല, നമ്മൾ വിൽക്കുമ്പോഴാണ് അതിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മേടിക്കുമ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അത് വിൽക്കുമ്പം ആ ഒരു വാങ്ങിച്ചതും വിറ്റതിന്റെയും ആ ഒരു പ്രോഫിറ്റ് മാർജിനിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AISൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ സെയിൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ്. ആ ഒരു ഇയറിൽ ചെയ്ത ഡീറ്റെയിൽസാണ് വരിക. അതിന്റെ വാങ്ങിയതും വിറ്റതും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. അത് ചിലപ്പം വരില്ല. അത് ആ സമയത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഏത് SIPയിലാണ് ആ ഒരു ബ്രോക്കറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ വർഷത്തെ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ AISനകത്ത് നമ്മളിപ്പോ ഓരോ ക്വാർട്ടറിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് അവസാനം സ്റ്റാറ്റസ് പറഞ്ഞിട്ട് ആക്റ്റീവ് എന്നും ഇൻആക്റ്റീവ് എന്നും കാണുന്നുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോളത്തിൽ സ്റ്റാറ്റസ് ആക്റ്റീവ് ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും കറക്ഷൻസ് വന്നതാണ്. അതായത് ചിലപ്പോൾ അവർ TDS റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് അത് ക്ലിയർ ചെയ്തിട്ട് പുതിയത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതല്ലെങ്കിൽ ഒരേ മാസത്തിന് 2 എണ്ണം വന്നിട്ടുണ്ട്. അത് ഒരെണ്ണം ഇനാക്റ്റീവ് എന്ന് കിടക്കുവാണ്. എറേഴ്സ് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് പുതിയത് ചെയ്യുന്നു. അതായത് നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കും. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ. എനിക്ക് കുറച്ച് ഒരു ELSS ഫണ്ട് ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ട്. അപ്പൊ അത് ലോങ് ടൈം ആയതാണ്. അത് ഞാൻ സ്വിച്ച് ചെയ്തു. നേരത്തെ കിടന്നത് റെഗുലർ ഫണ്ട് ആയിട്ടായിരുന്നു. ഇപ്പൊ സ്വിച്ച് ചെയ്ത് ഡയറക്റ്റ് ഫണ്ടിലോട്ട് മാറ്റി. അപ്പൊ അത് LTCG ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല, സ്വിച്ച് ചെയ്തല്ലോ, നമ്മൾ വിറ്റിട്ടില്ലല്ലോ. വിറ്റിട്ടില്ല, സ്വിച്ച് ചെയ്തോളൂ. ഒരു റെഗുലർ ടു ഡയറക്റ്റ് ആക്കിയത് മാത്രമേ ഉള്ളൂ. അല്ല, അത് വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആ ലയബിലിറ്റി വരുള്ളൂ. സാർ ഇല്ല സാർ, അത് സ്വിച്ച് ചെയ്തത് ഈസ് ഈക്വലൻ ടു സെൽ സാർ. ഈസ് സെല്ലിംഗ് ദ റെഗുലർ ഫണ്ട് ആൻഡ് പർച്ചേസിംഗ് ഡയറക്റ്റ് ഫണ്ട്. ഇല്ല, ആ ഒരു ഡീറ്റെയിൽ അറിയില്ല. ആക്ച്വലി സെയിൽസ് വരുമ്പോഴത്തേക്കാണ് ഈ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സ്വിച്ചിങ്ങിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതൊന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണമെങ്കിൽ. ശരി സാർ, ഒന്ന് പറഞ്ഞു തന്നെ സാർ. കോമൺ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ് കാണിച്ചിരുന്നല്ലോ. അപ്പം നമ്മൾ ITR കറക്റ്റ് ആയിട്ടുള്ള ITR ഫോം അല്ല ഫില്ല് ചെയ്ത് പോയതെങ്കിൽ അതിനൊക്കെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നത് ഫ്യൂച്ചറിൽ? എന്ന് വെച്ചാൽ ആ ഒരു ഫോം ഇതെന്ന് വെച്ചാൽ സിസ്റ്റം കാൽക്കുലേറ്റഡ് ആണ്. അതായത് ആ സിസ്റ്റത്തിന് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിട്ടേൺ ഇൻവാലിഡ് എന്ന് പറഞ്ഞു വരും. ഇൻവാലിഡ് എന്ന് പറഞ്ഞു വരികയും ചെയ്യും. നമ്മൾ ആ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും വരിക. നമുക്ക് പക്കായിട്ട് വെരിഫൈ ചെയ്യാനൊക്കെ പറ്റിയെങ്കിൽ പോലും അത് നോട്ട് ഫയൽഡ് എന്ന് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതായത് നോട്ട് ഫയൽഡ് ചെക്ക് ഓപ്ഷനേ വരുള്ളൂ. സാർ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമുക്കിപ്പം ഹാർഡ് ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഇൻകം അത് നമ്മളിപ്പം ഡയറക്റ്റ് ആയിട്ട് സേവിങ്സ് ബാങ്കിലൊന്നും ഇടുന്നില്ല, നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്ത് തീർക്കുവാണെങ്കിൽ അത് ഇൻകം ടാക്സിന് അത് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ, പ്രൊഫഷണൽ ഇൻകം ആണോ?
നമുക്കിപ്പം പ്രൈവറ്റ് പ്രാക്ടീസിൽ കിട്ടുന്ന ഇൻകം നമ്മൾ ഡേ ടു ഡേ വീട്ടിലെ എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഡിക്ലെയർ ചെയ്യേണ്ട നമ്മുടെ ഇൻകം നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഏതോ ഒരു കേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്യാഷ് പിടിച്ചിട്ട് എന്തൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാഷ് കീപ്പ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക, എന്നിട്ട് നമ്മൾ അത് ഇൻകം ഉള്ളത് ഡിസ്ക്ലോസ് ചെയ്യുക, അതാണ് പറയുന്നത്. സാർ അതായത് അതിന്റെ നിയമവശം എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ് നിയമവശം. അതെ അതെ. പക്ഷെ ക്യാഷ് ആയിട്ട് വാങ്ങി ക്യാഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും ഇൻകം ടാക്സുകാർക്ക് അറിയാൻ സാധിക്കത്തില്ല എന്നുള്ളത് അതിന്റെ മറുവശം അല്ലേ സാർ? അങ്ങനെ അതിനാണ് ചെയ്യാൻ പാടില്ല അല്ല, ഞാൻ പറഞ്ഞു അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്. ക്യാഷ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യാം. അല്ല സാർ, അതിനകത്തൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യാഷ് ആയിട്ട് പലരും അടുക്കി വെക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു ഇപ്പൊ സാറ് പറയുന്ന ആക്ച്വലി ഒരു കേസ് പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മറ്റോ ഇതുപോലെ സംഭവം ഇഷ്യൂ ഉണ്ടായാലും ഒരു ആളെ നമ്മുടെ വീട്ടിലൊരു വിജിലൻസ് വന്ന് ഒരു എമൗണ്ട് അവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായി പോയില്ലേ? അപ്പൊ ആ പൈസക്ക് സോഴ്സ് ഇല്ലാത്ത രീതിയിലായി പോകില്ലേ? അതാ, ആ സമയത്താണ് നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറയുന്നത്. ആ ഒരു ഇൻകം ഫുൾ എത്രയുണ്ടോ അതിന്റെ 60% നമ്മൾ ടാക്സും പിന്നെ അതിന് എക്സ്ട്രാ ആയിട്ട് പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടി വരും. സാർ അതുകൂടാതെ ഈ ഇൻകം അത് അവര് 5 വർഷം കഴിഞ്ഞ കണ്ടല്ലേ നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ അല്ലേ? അങ്ങനല്ലേ സാർ? വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ് അങ്ങനെ. അതായത് നമ്മൾ ഈ ഒരു കേസും ബാക്കി കാര്യങ്ങളും അതിന്റെ ടാക്സ് കാൽക്കുലേഷനും പെനാൽറ്റി എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഇൻകം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത കുട്ടികളുടെ പേരിലേക്ക് നമ്മൾ FD-കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ FD ക്ലോസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ITR-നകത്ത് അതെങ്ങനെയാണ് കാണിക്കേണ്ടത്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കണോ? ഇല്ല, നമ്മുടെ ITR-നകത്ത് ഇപ്പം പ്രത്യേകിച്ച് അതിനകത്തൊരു ആപ്ലിക്കബിലിറ്റി ഇല്ല. കാരണം നമ്മൾ അത് ആൾറെഡി ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പം കുട്ടികളുടെ അകത്ത് നമ്മളത് അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് വരികയാണെങ്കിൽ നമ്മളത് എക്സംപ്റ്റഡ് ആയിട്ട് കാണിച്ച് ഫയൽ ചെയ്യണം. സാറേ അതായത് ലീനിയൽ അസെൻഡന്റോ ഡിസെൻഡന്റോ ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ സാർ? ഗിഫ്റ്റിന് ടാക്സ് ഇല്ല. പക്ഷെ അവർ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ അവരുടെ ഇൻകം ആയിട്ട് കാണിക്കണം അല്ലേ സാർ? ഫർദർ അവർ FD ഇതുപോലെ ചെയ്താൽ അവർ കാണിക്കണം, അങ്ങനല്ലേ? അത് കാണിക്കണം. അത് ITR ഫയലിംഗ് എത്രയാ സാറേ നമ്പർ? ITR ഫോം കുട്ടികൾക്കുള്ള ഇൻകം ഒന്നും ഇല്ലാത്തവർക്ക്? അതാ പറഞ്ഞ, ഇൻകം ഇല്ലാത്തവരല്ല, ഇൻകം ഏത് റെഗുലർ സോഴ്സസ് ഒക്കെ ആണെങ്കിൽ ITR 1 ഫയൽ ചെയ്താൽ മതി. വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ വേറെ ഇൻകം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ITR 1 തന്നെ മതി. ഓക്കെ. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഈ ബ്രദർ സിസ്റ്റർ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സംപ്റ്റഡ് ആയിട്ടല്ലേ കാണിക്കേണ്ടത്? അവരും ആ ഒരു റിലേറ്റീവ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതിലിപ്പോ NRI അക്കൗണ്ട് എന്നാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് അത് ഫെമ റൂൾസിൽ പറയുന്നതാണ്. അത് വേറൊരു ആക്ട് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയും. അപ്പൊ അതിനകത്ത് ലിമിറ്റുകൾ പറയുന്നുണ്ട്. ആ ലിമിറ്റിൽ മേളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇഷ്യൂസ് വരിക. അത് ആ ലിമിറ്റ് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഏകദേശം എത്ര ലിമിറ്റ് നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ? ഇല്ല, അത് ലിമിറ്റ് നല്ലതുപോലെ ഉണ്ട്. ഒരു ഏകദേശം $250,000 പറയണം. അപ്പൊ നമ്മളത് എക്സംപ്റ്റഡ് ഇൻകത്തിൽ കാണിക്കണം നമ്മളിത് വരുമ്പോ അല്ലെ? അത് കാണിക്കണം. സാർ, കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു, അതിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് ITR 1-ലാണോ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ ITR 1, ഇൻകം ഫ്രം അതർ സോഴ്സസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ITR 1 കാണിക്കാം. കുട്ടികൾക്ക് സാലറി ഇൻകം ഇല്ലല്ലോ, സാലറി ഇൻകം ഇല്ല, ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ITR 1 കാണിക്കാം അല്ലേ? 1 കാണിക്കാം. അതിന്റെ കൂടുതൽ കുറച്ച് ട്രേഡിംഗ് ഇൻകം കൂടെ വരുവാണെങ്കിലോ? ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അത് ബിസിനസ് ആയിട്ട് ട്രാൻസ്ഫർ ആവുക. അത് ഒന്നെങ്കിൽ 3 കാണിക്കുക. സാർ, പക്ഷെ ആരെങ്കിലും ഒരാൾ അത് ഡിസ്ക്ലോസ് ചെയ്യണമല്ലോ അല്ലേ സാർ? അത് കുട്ടികളുടെ പേരിൽ നമ്മളെ FD ഇട്ടിട്ട് നമുക്ക് ടാക്സ് ഇല്ലാന്ന് കാണിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ അത് കാണിച്ചേ പറ്റുള്ളൂ അല്ലേ സാർ?
ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചാരിറ്റി വർക്കിനൊക്കെ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ കളക്ട് ചെയ്യണേ, നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം ആർക്കെങ്കിലും ഒരു ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമ്മളിതിൽ ഒത്തിരി ട്രാൻസാക്ഷൻസ് വരുമല്ലോ, അപ്പൊ അതൊക്കെ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചാരിറ്റിയോ? ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കളക്ഷൻസ് ഒക്കെ നമ്മൾ സ്വീകരിക്കുമല്ലോ, അപ്പൊ എല്ലാവരുടെ അടുത്തും നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ സാധാരണ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പം അതിന്റെ അത് എന്താ നമ്മൾ ചെയ്യാ? നമ്മുടെ ബാങ്കിലേക്കാണല്ലോ വരിക, നമ്മുടെ അക്കൗണ്ടിലേക്കാണല്ലോ വരിക. അത് ആക്ച്വലി അത് ഇൻകം ആയിട്ട് അല്ല അത് വരിക, ഇൻകം അല്ല, നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് വന്ന എമൗണ്ട് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല അല്ല? അത് അതേപോലെ നമ്മൾ അതേ എമൗണ്ട് ട്രാൻസാക്ഷൻ വേറെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇല്ല ഇല്ല സാർ, പക്ഷെ അതിന്റെ കണക്ക് അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണ്ടേ സാർ? ഒരു ഡൊണേഷൻസും കാര്യങ്ങളും നമ്മൾ അങ്ങനെ പേഴ്സണൽ അക്കൗണ്ടിൽ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. അങ്ങനെ ഡൊണേഷൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. സാർ, അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി എഴുതി സൂക്ഷിക്കണ്ടേ സാർ? കാരണം ലിമിറ്റഡ് സ്ക്രൂട്ടണിയോ ഏതെങ്കിലും രീതിയിൽ സ്ക്രൂട്ടണിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആൻസറബിൾ ആയിരിക്കും. ഒരു സ്ക്രൂട്ടണിക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റിലെ ചോദിക്കുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് ഫുള്ള് നമുക്ക് അതിന്റെ സോഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നു, ഒരാൾക്ക് അത് ഓൺലൈൻ അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ നമുക്ക് ഡയറക്റ്റ് ക്യാഷ് വന്നിട്ട് നമ്മൾ അവരുടെ പേയ്മെന്റ് ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ടാക്സിനകത്ത് വരുമോ ആ എമൗണ്ട്? ഇല്ല, പേയ്മെന്റ് അതായത് നമ്മളിങ്ങനെ അതൊരു ജസ്റ്റ് ട്രാൻസ്ഫർ പോലല്ലേ ഉള്ളൂ. നമ്മുടെ ഇൻകോ കാര്യങ്ങളോ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. സാർ, നമ്മൾ ചിട്ടി പിടിക്കുമ്പോൾ ഇൻകം ടാക്സ് ഇതെങ്ങനെയാണ്? നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ ചിട്ടി ചിട്ടിക്ക് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ഉണ്ടാവാറില്ല ചിട്ടിക്ക്. കാരണം നമ്മൾ അതൊന്നെങ്കിൽ നേരത്തെ പിടിക്കും. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ആ കാൽക്കുലേഷൻ മിക്കവാറും അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവാറില്ല. അപ്പൊ അത് ചിട്ടിയിലെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ആക്ച്വലി 9 മണിയായി. അപ്പം നമ്മളൊരു ഒരു സംശയം കൂടി ഉണ്ട്. അത് എന്താണെങ്കിൽ ഈ ഇപ്പൊ പല PG ഉള്ള ആൾക്കാരും സ്റ്റൈപ്പൻഡ് അവർ TDS പിടിച്ചു എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അത് ഇൻകം ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ TDS പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റൈഫൻഡ് ആക്ച്വലി എക്സംപ്റ്റഡ് ആണ്. ഇപ്പൊ സ്റ്റൈഫൻഡിന് TDS പിടിക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. അല്ല, അപ്പൊ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ITR ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചിട്ട് റീഫണ്ട് മേടിക്കാമല്ലോ. കാരണം അവർ പലരും ഇങ്ങനെ ഓർഡർ ഉണ്ടെങ്കിലും പലയിടത്തും സ്റ്റൈപ്പൻഡിന് ഇതിപ്പോ എന്താ പറയാ സ്റ്റൈപ്പൻഡ് കൂട്ടി കഴിഞ്ഞപ്പോഴുള്ള സംഭവമാണ് അത്. അതായിരിക്കും നല്ലത്. പിടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതാണ്, പിന്നെ ITR ഫയൽ ചെയ്ത് റീഫണ്ട് ചെയ്ത് മേടിക്കാം അല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോ 9 മണിയായി. നമ്മള് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ. നമ്മള് ഒരു സിറ്റുവേഷൻ ഫേസ് ഞാനൊരു അവയർനെസ് പോലെ ഉദ്ദേശിച്ച ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷെ ഞാനൊരു അരമണിക്കൂർ നിർത്താമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ 1-2 മണിക്കൂറായി. അപ്പോ എന്തായാലും ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആണ്. അപ്രൈസ് ചെയ്യുമ്പോഴേ അതിന്റെ പ്രോബ്ലംസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഓൾറെഡി ഇതില് മറ്റേ ഒരു സ്ലൈഡ് സാറിന്റെ ഒരു സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്. ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്. നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് സംശയങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ മറ്റേ എറണാകുളത്തും ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസുകളിലുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊരു സ്പെഷ്യൽ സെഷൻ പോലെ വെച്ചാണ്. സാധാരണ ഞങ്ങൾ ടൈം തിങ്കളാഴ്ച വെക്കാറില്ല. പക്ഷെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു സജഷൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു സെഷൻ കണ്ടക്ട് ചെയ്തായിരുന്നു. കുറച്ച് പേർക്ക് കയറാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇനിയും സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സൈഡ് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും, സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഡോക്ടർ ഷാരോണിനെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ സാറ്? കേൾക്കാം. ഗുഡ് ഈവനിങ്.
ഇന്ന് നമുക്കുള്ള ഒരു സ്പെഷ്യൽ സർവീസ് സഹായിന്റെ ഒരു സ്പെഷ്യൽ സെക്ഷൻ ആയിരുന്നു, സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു ഇന്ന് ശരിക്ക്. അത് വിജേഷ് സാർ അത് നല്ല രീതിയിൽ എന്താണ് അത് അവതരിപ്പിച്ച് വളരെ എന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു 150 കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്ന ഒരു സെക്ഷനാണ് കഴിഞ്ഞത്. പലപ്പോഴും മെഡിക്കൽ ഓഫീസർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ടാക്സ് ഫയൽ ചെയ്യുമ്പോഴും എല്ലാം പല അബദ്ധങ്ങളും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇപ്പൊ പുതിയൊരു ടാക്സ് റെജീം ഓൾഡും ന്യൂവും വന്നു കഴിഞ്ഞപ്പോൾ കുറെ സംശയങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഇപ്പൊ ഏകദേശം ഒരു എല്ലാവർക്കും ഒരു സംശയ നിവാരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതിനാണ് ഞാൻ ഇതിൽ നിന്നുള്ള ആ സംശയങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളോട് പ്രത്യേകം നന്ദി പറയേണ്ടത്, ഇന്ന് നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടർമാർക്ക് ഇടയിലേക്ക് ഇന്ന് ഇറങ്ങിത്തരുന്ന വിജയ് സാറാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ പരിപാടിക്കിലെ KGMന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും നന്ദി പറയുന്നു. ഇനിയും ഇതേപോലത്തെ എല്ലാ സെക്ഷനുകളും ആയിട്ട് ഇനിയും സർവീസ് സഹായി കൂടുതൽ മെമ്പർമാർക്കിലേക്ക് ഇടയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതിലെ ഒരു കാര്യം, ഒരാളെ ഇതില് പ്രത്യേകം ഞാൻ വിട്ടുപോയ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ജീവൻ സാറെയാണ്. ഇപ്പോ എന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്തുള്ള പുതിയ ജാമുമായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ജീവൻ സാറിന്റെ പ്രത്യേകമായ ഒരു ഇനീഷ്യേഷന്റെ പേരിലാണ് ഈ സെക്ഷൻ എടുത്തതെന്നുള്ള തുടക്കത്തിലേ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകം നന്ദി ഞാൻ KGMന്റെ പേരിൽ സർവീസ് സെല്ലിന്റെ പേരിൽ ഞാൻ അറിയിക്കും. അപ്പോൾ എൻ്റെ ഈ ഗതിയും ദീർഘിപ്പിക്കുന്നില്ല. ഈ രാത്രിയിൽ ഒരൊറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു.